മൂകം കരോതി വാചാലം പങ്കും ലംഘയത്തെ ഗിരിം യൽകൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. മുരളിയോർവാസിനം ശാന്തം ജ്ഞാനവൈരാഗ്യഭൂഷണം ശ്രീഭാഗവതനിഷ്ണാതം നവമിതം ലോകശങ്കരം. സദ്ഗുരുഭ്യോ നമഃ. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാനിധേ പ്രസീദ മൽകുരോ നാഥ. ജനകായ നമോ നമഃ. ഗുരുഭ്യോ നമഃ. യോന്തപ്രവിശ്യ മമ വാചമിമാം പ്രസുപ്താം സഞ്ജീവയത്യഖിലശക്തിധരസ്വധാംനാ അന്യാംശഹസ്തചരണശ്രവണത്വഗാദീൻ പ്രാണാന്നമോ ഭഗവതേ പുരുഷായ തുഭ്യം. ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. എല്ലാവർക്കും നമസ്കാരം. ദ്വിതീയ സ്കന്ധത്തില് 5-ാമത്തെ അധ്യായമാണ് നമ്മൾ ഇപ്പോൾ അനുസ്മരിക്കുന്നത്. ആ അധ്യായം സൃഷ്ടിയെക്കുറിച്ച് വർണ്ണിക്കുന്നതാണ്. 4-ാമത്തെ അധ്യായത്തിന്റെ അവസാനം പരീക്ഷിത്ത് മഹാരാജാവ് ശ്രീ ശുകബ്രഹ്മർഷിയോട് ചോദിക്കുകയാണ്, ഈ പ്രപഞ്ചം എങ്ങനെയാണ് ഉണ്ടായത്, സൃഷ്ടിയെക്കുറിച്ചൊക്കെ ഒന്ന് അറിഞ്ഞാൽ കൊള്ളാം എന്ന് പറഞ്ഞപ്പോൾ ഇതേ ചോദ്യം തന്നെ ഒരിക്കൽ നാരദ മഹർഷി തന്റെ അച്ഛനായിട്ടുള്ള ബ്രഹ്മാവിന്റെ അടുത്ത് ചെന്ന് ചോദിച്ചിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ആ ബ്രഹ്മാവും നാരദനും തമ്മിലുള്ള സംവാദത്തെ അവിടെ പരീക്ഷത്തിന് പറഞ്ഞു കൊടുക്കുന്നതായിട്ടാണ് നമുക്ക് അതിലൂടെയാണ് ഇപ്പോൾ സൃഷ്ടി എന്നുള്ള പ്രകരണത്തെ ആഗമത്തിലൂടെ കാണിച്ചു തരുന്നത്. ബ്രഹ്മാവിന്റെ അടുത്ത് ചെന്ന് ചോദിച്ചു, അച്ഛൻ ആരെയാണ് തപസ് ചെയ്യുന്നത്? അച്ഛനല്ലേ എല്ലാത്തിൻ്റെയും സൃഷ്ടിക്ക് കാരണം. ആരെയാണ് അച്ഛൻ തപസ് ചെയ്യുന്നത്? ആ ശക്തി എന്താണ്? ആ ശക്തിയുടെ ആധാരം എവിടെയാണ്? ആ ശക്തിയുടെ രൂപം എന്താണ്? എന്തിലധിഷ്ഠാനമായിക്കൊണ്ടാണ് ഇതെല്ലാം? ഇതൊക്കെ ചോദിച്ചിട്ട് പറയുകയാണ്, എല്ലാത്തിൻ്റെയും ഈ സൃഷ്ടി സ്ഥിതി സംഹാരങ്ങളൊക്കെ ചെയ്യുന്ന അച്ഛൻ്റെ കയ്യിൽ ഒരു നെല്ലിക്ക എങ്ങനെയാണോ നമ്മുടെ കയ്യിൽ എത്ര കണ്ട് ലാഘവത്തോടു കൂടി ഇരിക്കുന്നത്, അതേപോലെയാണല്ലോ അച്ഛൻ ഇവിടുത്തെ കാര്യങ്ങളെ എല്ലാം അറിയാലോ. എന്നിട്ടും പിന്നെ എന്തിനാണ് അച്ഛൻ വേറെ ഒരു ഈശ്വരനെ അവിടുന്ന് ആരാധിക്കുന്നത് അല്ലെങ്കിൽ തപസ് ചെയ്യുന്നത്? എനിക്ക് അതൊക്കെ ഒന്ന് അറിയണം. ഞാൻ ഇന്നേ തീയതി വരെ അങ്ങല്ല ഈശ്വരൻ മനസ്സിലാക്കിയിട്ടേയില്ല. അതുകൊണ്ട് എൻ്റെ ഈ വലിയൊരു സംശയം തീർത്തു തരണം എന്ന് അവിടെ പറയുമ്പോൾ ബ്രഹ്മാവ് മറുപടിയായിട്ട് പറഞ്ഞതാണ് നമ്മൾ കഴിഞ്ഞ ദിവസം 9-ാമത്തെ ശ്ലോകം മുതൽ 15-ാമത്തെ ശ്ലോകം വരെ അവിടെ പറഞ്ഞത്. ആദ്യം തന്നെ അവിടെ അനുമോദിച്ചു, ഉണ്ണി നാരദ, നീ ഇങ്ങനെ ഒരു ചോദ്യം എന്നോട് ചോദിച്ചതുകൊണ്ട് എനിക്ക് എന്തായി? എനിക്ക് യഥാർത്ഥമായിട്ടുള്ള ആ സത്യമായിട്ടുള്ള വസ്തുവിനെ ഒന്നുകൂടി ചിന്തിക്കാൻ ഒരു അവസരമായി. ആർക്കും ഇത് കണ്ടുപിടിക്കുവാനോ കാണിച്ചു കൊടുക്കുവാനോ ഒന്നും സാധിക്കുകയില്ല. എന്നാൽ കൂടുതൽ അതിനെക്കുറിച്ച് വിചിന്തനം ചെയ്ത് അനുഭവത്തിലേക്ക് വരുത്തിയത് മാത്രമേ സാധിക്കുകയുള്ളൂ. ഇപ്പം എനിക്കത് ചിന്തിക്കുവാൻ വേണ്ടിയിട്ടുള്ള ഒരു അവസരം ഉണ്ണിയായിട്ട് എനിക്ക് കൊണ്ടുതന്നു. അതിൽ ഞാൻ നന്ദി പറയുന്നു.
ആ പരമമായിട്ടുള്ള ദർശനത്തെ പ്രകാശിപ്പിക്കുവാൻ വേണ്ടിയിട്ടുള്ള ഒരു അവസരം. അതൊരു ധർമ്മം. ആ ധർമ്മം എനിക്ക് നിറവേറ്റുവാൻ ഒരു കാരണമായത് ഉണ്ണിയുടെ ചോദ്യമാണ്. എന്തായാലും ഉണ്ണി പറഞ്ഞല്ലോ, സർവജ്ഞനാണ്, സകലേശ്വരനാണ്, എല്ലാത്തിന്റെയും ഈശ്വരനാണ് അങ്ങ് എന്നൊക്കെ പറഞ്ഞല്ലോ. അതൊക്കെ അതിലൊന്നും ഒരു തെറ്റില്ല. പക്ഷെ എല്ലാത്തിലും നിറഞ്ഞു നിൽക്കുന്ന ആ ഈശ്വരൻ, ഒരു ഊർജം, എൻ്റെ മേളിൽ ഒരു ഈശ്വരനുണ്ട്. എങ്ങനെയാണോ ഇവിടെ സൂര്യൻ അല്ലെ ലോകത്ത് പ്രകാശത്തെ കൊടുക്കുന്നത്, അഗ്നി ജ്വലിക്കുന്നത്, പിന്നെയോ താരകങ്ങള്, വൃക്ഷഗ്രഹ താരകങ്ങള് ഇവിടെ ശോഭിക്കുന്നത്, അവരുടെയൊക്കെ പ്രകാശം എന്നുള്ളത് അവരൊക്കെ നമ്മളെ പ്രകാശിപ്പിക്കുന്നു നമുക്ക് തോന്നുന്നതാണ്. യഥാർത്ഥത്തില് അവരല്ല പ്രകാശിപ്പിക്കുന്നത്. പിന്നെ എന്താണ്? അതിന് പുറകിൽ ഒരു സ്രോതസ്സുണ്ട്. ആ ഈശ്വരൻ അല്ലെ, ഈശ്വരന്റെ ഊർജം ഇവരിലൂടെ പല പല തരത്തിലുള്ള പ്രകാശ സ്രോതസ്സുകളിലൂടെ, ഇടിമിന്നലിലൂടെ, ഇങ്ങനെ പലതരത്തിലുള്ള സ്രോതസ്സുകളിലൂടെ അത് പ്രപഞ്ചത്തിലേക്ക്, ഭൂമിയിലേക്ക് വരുമ്പം അതിന് പ്രകാശം വരുന്നു. പക്ഷെ യഥാർത്ഥത്തിലുള്ള പ്രകാശം എവിടെയാണ്? അത് ഈശ്വരൻ, അതിന് മുകളിലുള്ള ഒരു ശക്തി തന്നെയാണ്. സ്വരോജിഷ, സ്വയം പ്രകാശിക്കാൻ കഴിയുന്ന സ്വരാട്ടായിട്ടുള്ള ആ ഈശ്വരന്റെ പ്രകാശമാണ് യഥാർത്ഥത്തിൽ ഇന്ന് അല്ലെ പലതരത്തില് ഓരോ രീതിയിലും നതത്ര സൂര്യോഭാതി ന ചന്ദ്ര താരകം നിയമാ വിദ്യുതോ ഭാന്തി കുതോയം അഗ്നി തമേവ ഭാന്തം അനുഭാന്തി സർവം തസ്യ ഭാസ സർവമിതം വിഭാതി വിഭാതി സചരാചരം. എന്നുവെച്ചാൽ ഈ എല്ലാവരിലും നിറഞ്ഞു നിൽക്കുന്നതായിട്ടുള്ള പ്രകാശത്തിന് കാരണം, പ്രധാനമായിട്ടുള്ള ഊർജം എന്ന് പറയുന്നത്, ഊർജ സ്രോതസ് എന്ന് പറയുന്നത് ഈശ്വരനാണ്. ആ ഈശ്വരനെ എങ്ങനെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ പറയുകയാണ്, ഇവിടെ ഞാനെന്നും എന്റേതെന്നും ഒക്കെ നമ്മൾ പറയുന്നത് എന്തിന്റെ പേരിലാണ്? ഭഗവാന്റെ യോഗമായയുടെ ബലം കൊണ്ടാണ്. നമ്മളൊക്കെ കാണുന്നതും കേൾക്കുന്നതും എന്താണ്? നമ്മൾ കാണുന്നത് മുഴുവൻ മായയാണ്. നമ്മൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ അത്? നമ്മള് ഈശ്വരനാണെന്ന് പലരും പറഞ്ഞ് പഠിപ്പിക്കുന്നതായിട്ടുള്ള സകലതും അതുപോലും മായയാണ്. നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? അല്ലെ, ഗുരുവായൂർ ചെല്ലുന്നു, ഗുരുവായൂരപ്പന്റെ വിഗ്രഹം കാണിച്ചിട്ട് ഇതാണ് ഈശ്വരൻ എന്ന് പറയുമ്പോൾ നമ്മൾ അതിനെ വിശ്വസിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ അല്ലെ. അതിലൂടെ നമ്മൾ ആ ആ ഭാവത്തേക്ക് കൊണ്ടുവരിക. യഥാർത്ഥത്തിൽ എന്താണ് ഈശ്വരൻ എന്നുള്ളത്? ആ ഗുരുവായൂരപ്പൻ എന്ന് പറയുന്ന ആ വിഗ്രഹത്തിലോ ഇതിലൊന്നുമല്ല. നമ്മളെ ഗുരുവായൂർക്ക് കൊണ്ടുപോകുമ്പോഴും ഗുരുവായൂർ ചെന്ന് ആ ഗുരുവായൂരപ്പന്റെ മുമ്പിൽ നിൽക്കുമ്പോഴും നമ്മളിലൂടെ പ്രവഹിച്ചു പോകുന്നതായിട്ടുള്ള ഒരു ഭാവം, ആ അനുഭാവമാണ് യഥാർത്ഥത്തിൽ ഈശ്വരാംശം എന്ന് പറയുന്നത്. അത് അച്ഛനാകാം, അമ്മയാകാം, സജ്ജനങ്ങളാകാം, പുസ്തകങ്ങളാകാം, അല്ലെ, ഗുരുക്കന്മാരാകാം. ഗുരുക്കന്മാരെന്ന് പറഞ്ഞാൽ ഭാഗവതം തന്നെ എത്രയോ ഗുരുക്കന്മാരെ പറഞ്ഞ് കാണിച്ചു തരുന്നു നമുക്ക് അല്ലെ. എട്ടുകാലി ഗുരുക്കന്മാരിൽ പെടുന്ന അല്ലേ പെരുമ്പാമ്പ് അല്ലേ. അപ്പം അതൊക്കെ എങ്ങനെയാണ് ഈ ഗുരുക്കന്മാര് അല്ലെങ്കിൽ ഈശ്വരാനുഭവത്തിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ സാധിക്കുന്നത്? നമുക്ക് പെരുമ്പാമ്പിനെ ഈശ്വരനായിട്ട് നമുക്ക് കാണാൻ സാധിക്കുമോ? അടുത്തേക്ക് ചെല്ലാൻ പേടിയല്ലേ? എല്ലാം കാരുണ്യ നിധിയാണ്. ഈശ്വരൻ നമ്മളെ ഉപദ്രവിക്കുമെങ്കിലും നമ്മൾ ഈശ്വരനെ ആരാധിക്കുക. ആരെങ്കിലും ചിന്തിച്ചാൽ മതി. നമുക്ക് സിംഹം ഈശ്വരനാണെന്ന് പറഞ്ഞാൽ നമുക്ക് നരസിംഹമാണ്, നരസിംഹം ഗർജിച്ചുകൊണ്ട് നമ്മുടെ മുമ്പിലോട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഈശ്വരനാണെന്ന് പറഞ്ഞ് നമ്മൾ പോയി കെട്ടിപ്പിടിക്കുവോ? ഇല്ല. ഇങ്ങനെ യുക്തിപരമായിട്ട് ചിന്തിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എന്താണ് അതിൽ നിന്നും ഒഴുകുന്നതായിട്ടുള്ള ആ കാരുണ്യ അതിരേകം കൊണ്ട് നമ്മൾ അനുഭവിക്കുന്നതായിട്ടുള്ള ആ ആനന്ദമാണ്, അല്ലെങ്കിൽ ആ അനുഭവമാണ് ഈശ്വരാംശം എന്ന് നമുക്ക് അതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും. അപ്പം അതിനുള്ള വഴികളാണ് അവിടെ പറഞ്ഞത്. അതെല്ലാം ഈ ഈ വിഗ്രഹങ്ങളായാലും അല്ലെങ്കിൽ ഈ പറഞ്ഞതായിട്ടുള്ള നമ്മൾ ഈശ്വരൻ എന്ന് തോന്നിപ്പിക്കുന്നതായിട്ടുള്ള വസ്തുക്കളെ മുഴുവൻ എങ്ങനെയാണ്, അത് ആരാണ് അങ്ങനെ തോന്നിപ്പിക്കുന്നത് മുഴുവൻ യോഗമായയാണ്. അതാണ് ഇന്നലെ അവിടെ നമ്മൾ പറഞ്ഞത്. ഈ യോഗമായ എന്ന് പറയുന്ന എന്താണ്? അതും ഭഗവാന്റെ ഒരു അനന്യ ശക്തി തന്നെയാണ്.
അല്ലെ? ഭഗവാന്റെ ശക്തി തന്നെയാണ് ഈ യോഗമായ. എന്തിനു വേണ്ടിയാണ് ഭഗവാൻ ഈ മായയെ അവിടെ സ്വീകരിച്ചത്? വെറുതെ ഒന്ന് കളിക്കാൻ വേണ്ടിയിട്ടാണ് ശരിക്കും. ഭഗവാൻ ഒന്ന് കളിക്കാൻ വേണ്ടി, ഒരു രാഘവത്വ, ഒരു വിഡംബനത്തിന് വേണ്ടിയിട്ട് ഭഗവാൻ ഈ മായയെ സ്വീകരിച്ചിരിക്കുന്നു. യോഗമായയെ സ്വീകരിച്ചുകൊണ്ട് പലതരത്തിലുള്ള രീതിയിൽ നമ്മളെ തോന്നിപ്പിക്കലാണ് ചെയ്യുന്നത്. അപ്പം ഈ യോഗമായയാണ്, ഇതെല്ലാം മായയാണ്, ഇതെല്ലാം മായയാണ്. അത് നമുക്ക് ഉറപ്പിക്കാൻ സാധിക്കണം. നമ്മള് ഇത് വിട്ട്, ഈ ജ്ഞാനം വിട്ടാണ് നമ്മൾ പലതിലും ചെന്ന് ഉറപ്പിക്കുകയാണത്. നമ്മൾ ചിലപ്പോൾ എന്തായി, നമ്മൾ ചിലപ്പം ഈ ഈ ഒരു ജ്ഞാനം വിട്ട് നമ്മൾ പലതിലും അല്ലെ ബന്ധങ്ങൾ നമ്മൾ ഉണ്ടാക്കിയെടുക്കുകയാണ് ശരിക്കും. മക്കളിലാണെങ്കിലും, ഭർത്താവിലാണെങ്കിലും, ഭാര്യയിലാണെങ്കിലും, നമ്മളുടെ ശരീരത്തിനോടാണെങ്കിലും ഒക്കെ നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ ബന്ധം പുനഃസ്ഥാപിച്ചെടുക്കുകയാണത്. യഥാർത്ഥത്തിൽ നമുക്കറിയാം ഇതൊന്നും അല്ലെ ശാശ്വതമല്ല എന്നുള്ളത് അറിയാം. കാരണം എന്താണ്? കാരണം എന്തുകൊണ്ടാണ്? ഇതൊക്കെ യോഗമായയുടെ വൈഭവമാണ് ശരിക്കും. യോഗമായയാണിത്. ഇതിനെ പോലും നിയന്ത്രിച്ചുകൊണ്ട് പോകുന്ന ഒരു ശക്തിയുണ്ട്, ഈശ്വരൻ. ആ ഈശ്വരനാണ് യഥാർത്ഥത്തിലുള്ള ബന്ധു. എന്നിട്ട് നമ്മൾ എന്തായി? ആ ഈശ്വരനെ നമ്മൾ വിടുക, ആ ഈശ്വരനോട് പരിഭവം പറയുക. അല്ലെ? ഒന്ന് ആലോചിച്ച് നോക്കൂ. ആ ഈശ്വരനോട് പരിഭവം പറഞ്ഞിട്ട് നമുക്ക് യോഗമായയാകുന്ന ആ മായ ഭ്രമത്തിലുള്ള സകലതിനെയും നമ്മൾ വിശ്വസിക്കുന്നു. ഒന്ന് ആലോചിച്ച് നോക്കി. ഈശ്വരൻ നേരിട്ട് വന്ന് പറയുകയാണ് നിനക്ക് ഇന്നതുപോലെയൊക്കെയാണ് കാരണങ്ങൾ എന്ന് പറഞ്ഞാൽ വിശ്വസിക്കുകയില്ല. എന്നിട്ടോ ഈശ്വരന്റെ യോഗമായ ശക്തിയുള്ള അവരെ നമ്മൾ വിശ്വസിച്ച് പോകുന്നു. ഈ ഒരു വൈചിത്ര്യമാണ് അവിടെ നാരദ മഹർഷിക്ക് പറഞ്ഞു കൊടുത്തത്. എന്നിട്ട് പറഞ്ഞാണ് ദ്രവ്യം കർമ്മച്ച കാലശ്ച സ്വഭാവോ ജീവയേവച. ഇതെല്ലാത്തിനും കാരണമായിട്ട് പലതരത്തില് നമ്മളുടെ ഭാവത്തിന്, സ്വഭാവത്തിന് മാറ്റങ്ങൾ ഉണ്ടാകുന്നു. അല്ലേ? ദ്രവ്യം, കർമ്മം, കാലം, ഇതൊക്കെ നമ്മൾ ഇന്നലെ അതിനെക്കുറിച്ചൊക്കെ ഒന്ന് വിസ്തരിച്ച് പറഞ്ഞതാണ്. കാലം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അല്ലേ, ഡ്യൂറേഷൻ. ഒരു വസ്തു ഇത്ര ഡ്യൂറേഷൻ കഴിയുമ്പോൾ അതിന്റെ ഭാവം മാറും. ഇതുപോലെയാണ് മനസ്സിന്റെ മനുഷ്യന്റെ അവസ്ഥ ഇത് തന്നെയാണ്. നമ്മളെല്ലാം എന്താണ് വിചാരിക്കുന്നത്? എന്നും ഒരേ തരത്തിൽ ഇരിക്കുമെന്നാണ് വിചാരിക്കുന്നത്. അതാണ് ഏറ്റവും വലിയ ദുഃഖം. അതിന്റെ പുറകെ പോകുമ്പോഴാണ് നമുക്ക് ഏറ്റവും വലിയ ദുഃഖം അത് ശരിക്കും. മനുഷ്യന്റെ ഭാവത്തിന് മാറ്റം വരില്ല. എന്താണ്, തീരെ ചെറുപ്പത്തിൽ നിന്ന് നമ്മൾ വലുതാവും തോറും എന്താണ്, നമ്മളുടെ ശരീരത്തിന് മാറ്റം വരികയാണ്. ഈ ശരീരത്തിന് മാറ്റമാണ് യഥാർത്ഥത്തിൽ മറ്റുള്ളവർ നമ്മളെ സ്വീകരിക്കുന്നത്. അല്ലേ? അതിനുവേണ്ടല്ലേ നമ്മൾ ഈ വെള്ളയൊക്കെ എടുത്ത് കറുപ്പാക്കുന്നതൊക്കെ അതിനല്ലേ? അതിനെ നിലനിർത്താൻ വേണ്ടിട്ടല്ലേ? ശരിക്കും ആലോചിച്ച് നോക്കൂ. ഇത് കറുപ്പായി കഴിഞ്ഞാൽ, ഈ കറുപ്പ് വെളുപ്പായി കഴിഞ്ഞാൽ നമുക്കറിയാം, നേരിട്ട് നമുക്ക് അനുഭവമാകും. എന്താണ്? പ്രതികരണത്തിന് വ്യത്യാസങ്ങൾ ഉണ്ടാവും. അവിടെ പ്രതികരണങ്ങൾക്ക് വ്യത്യാസം ഉണ്ടാവും, യാതൊരു സംശയവുമില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ അതിനെ, നമ്മളുടെ ഭാവം ഇന്നതാണെന്ന് ഉറപ്പിക്കുവാൻ വേണ്ടി നമ്മൾ ഈ മായയിൽ കിടന്ന് ഇങ്ങനെ കളിക്കുക. അപ്പൊ അതൊക്കെ മായയാണ് ശരിക്കും. അതാണ് ദ്രവ്യം, കർമ്മം, കാലം, സ്വഭാവം എന്നൊക്കെ ഉള്ളത്. ജീവൻ പോലും, നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്ന ഈ ജീവൻ, ഭഗവാന്റെ അംശമായിട്ടുള്ള ജീവനെ പോലും നിയന്ത്രിക്കുന്നതായിട്ടുള്ളത് ഈശ്വരനാണ് ശരിക്കും. പക്ഷെ നമ്മളെന്താണ്, ആ നിയന്ത്രിക്കുന്ന വസ്തുവിനെ ഒന്നും നമ്മൾ വിശ്വസിക്കുകയല്ല. എന്നിട്ട് ആ മായ കാണിച്ചു തരുന്ന എന്താണ്, ശാശ്വതമല്ലാത്ത മാറ്റങ്ങൾ എപ്പോഴും സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്ലെ? മാറ്റങ്ങൾ എപ്പോഴും എന്ത് ഈ ദുഃഖത്തിന് കാരണം? ഞാൻ ചോദിക്കാതെ, ഈ ദുഃഖത്തിന് എന്നുള്ളൊരു അവസ്ഥയ്ക്ക് കാരണം എന്താ ശരിക്കും? വേറെ ഒന്നുമല്ല കാരണം. മാറ്റങ്ങളാണ് നമ്മളുടെ ദുഃഖത്തിന് കാരണമാകുന്നത്. അല്ലെ? നമ്മളുടെ അല്ലെ ഈ എന്താണ്, കാർട്ടൂണിസ്റ്റ് ഒക്കെ വരയ്ക്കുമ്പം അല്ലെ, ചിരിക്കുവാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും? ചിരിക്കുവാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു റാ ഇടും. അത് നേരെ തിരിച്ചിട്ട് കഴിഞ്ഞാൽ എന്തായി? ദേഷ്യമായി. ഈ റായ് ഒന്ന് തിരിഞ്ഞപ്പോഴത്തേക്കും അല്ലെ നേരെ വിപരീത ഭാവമായി. അല്ലെ? ഒരു വട്ടം ഇട്ടിട്ട് ഒരു റാ വരച്ചു കഴിഞ്ഞാല് ചിരിയായി. ഈ റായ് എന്നുള്ളത് അല്ലെ മുകളിലോട്ടായിട്ട് നമ്മുടെ ചന്ദ്രക്കല പോലെ ഇട്ട് കഴിഞ്ഞാല് ദേഷ്യമായി. അപ്പൊ യഥാർത്ഥത്തില് ഈ മാറ്റങ്ങളാണ് നമ്മളുടെ ദുഃഖത്തിന് കാരണമാകുന്നത്. അതുകൊണ്ട് ഈ മാറ്റങ്ങള് കാരണമായിട്ടുള്ള യോഗമായയെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കണം. ഈ യോഗമായയെ പോലും നിയന്ത്രിക്കുന്നതായിട്ടുള്ള ഒരു വസ്തു എന്ന് പറയുന്നത് അത് ഈശ്വരനാണ്. ആ ഈശ്വരനെയാണ് നമുക്ക് തിരിച്ചറിയേണ്ടത്.
ആ ശക്തിയാണ്. അപ്പം യഥാർത്ഥത്തിൽ ഇവിടെ ബ്രഹ്മാവ് എന്താണ് നാരദ മഹർഷിയോട് പറഞ്ഞു കൊടുത്തത്? ബ്രഹ്മാവ് നാരദനോട് പറയാണ്, നിങ്ങൾക്കൊക്കെ ഞാൻ ജഗദ്ഗുരുവായിട്ട് തോന്നുന്നു, അല്ലെ, ഞാൻ സൃഷ്ടാവായിട്ട് തോന്നുന്നു. പക്ഷെ ഇതൊക്കെ എന്താണ് ശരിക്ക്? ഇതൊക്കെ ആ ഭഗവാൻ സൃഷ്ടിക്കുന്നത് എന്നിലൂടെ ഇങ്ങനെ പുറത്തേക്ക് സൃഷ്ടിച്ച് കാണിക്കുകയാണ്. ഞാനായിട്ട് ഒന്നും ചെയ്യുന്നില്ല സത്യത്തില്. പക്ഷെ നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നില്ലേ? അത് നിങ്ങൾക്ക് ഞാൻ ഈശ്വരനാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നില്ലേ? യഥാർത്ഥത്തിൽ ഞാനല്ല എനിക്ക് മുകളിലുള്ള ആ ശക്തിയാണ് ഇതെല്ലാം ചെയ്യിക്കുന്നത്. ഞാൻ ഇതൊന്നും അറിയുന്നില്ല. ഇതിനെ തിരുത്താനോ, അല്ലെ, ഈ ബ്രഹ്മാവിന് പോലും ഇത്രയും സൃഷ്ടിസ്ഥിതി സംഹാരങ്ങൾ ചെയ്യുന്ന ബ്രഹ്മാവിന് പോലും ഉണ്ട് ദ്വിപരാർത്ഥം കഴിഞ്ഞാല് മരണം. അപ്പൊ പിന്നെ എന്ത് കഥയാ, എന്ത് ഈശ്വരനാ? അപ്പം 15-ാമത്തെ ശ്ലോകം. നാരായണ പരാവേദ ദേവാ നാരായണ അഗ്ഗജാഹ നാരായണ പരാലോക നാരായണ പരാമഖാഹ നാരായണ പരോ യോഗോ നാരായണ പരം തപ നാരായണ പരം ജ്ഞാനം നാരായണ പരാഗതി. ഇനി പറയുകയാണ് അവിടെ. അതിന് പ്രത്യേകിച്ച് പദങ്ങളൊന്നും പ്രത്യേകം പറയാനില്ല. നാരായണ പരാവേദ വേദാഹ ദേവാ ദേവാഹ നാരായണ അംഗജാഹ. നമ്മളത് വിഗ്രഹിച്ച് പറയുമ്പോൾ അതൊക്കെ എന്താണ്? ഈ എന്താ പറയുക, കർത്താവാണെങ്കിൽ അത് വിസർഗമായിട്ട് വരും. അതാണ് വേദങ്ങള്, വേദം എന്ന് പറയുമ്പോൾ വേദാഹ വേദങ്ങള്, ദേവാഹ ദേവന്മാര്, അംഗജാഹ നാരായണ പരാ ലോകാഹ, പിന്നെ നാരായണ പര മഖാഹ നാരായണ പരഹ നാരായണ പരഹ. നാരായണ പരോ എന്ന് പറയുന്നത് അത് വിഗ്രഹിക്കുമ്പം ആ വിസർഗമാണ്. നാരായണ പരഹ യോഗ. പിന്നെയോ നാരായണ പരം തപഹ. നാരായണ പരം തപഹ, അത് തപസ്. പിന്നെ നാരായണ പരം ജ്ഞാനം, നാരായണ പരാഗതി. അതിനകത്തൊന്നും വിഗ്രഹിക്കാനൊന്നും ഇല്ല അവിടെ. അപ്പം ഇനി പിന്നെ അന്വയിച്ച് പറയുകയാണെങ്കിൽ എന്താണ്? വേദാഹ നാരായണ പരാഹ ദേവാഹ നാരായണാംഗജാഹ, പിന്നെയോ ലോകാഹ നാരായണ പരാഹ, പിന്നെ മഖാഹ നാരായണ പരാഹ, യോഗ നാരായണ പരഹ, പിന്നെ തപഹ നാരായണ പരം, പിന്നെ ജ്ഞാനം നാരായണ പരം, ഗതിഹി നാരായണ പര എന്നാണ് അതിന്റെ. ഇനി അന്വയിക്കുകയാണെങ്കിൽ, അന്വയിക്കുമ്പോ എന്താ വേറെ അന്വയിക്കാൻ പറയുന്നതിന് എളുപ്പം എങ്ങനെയാണെന്ന് വെച്ചാല് വേദങ്ങള് നാരായണ പരങ്ങളാണ്. പിന്നെയോ ദേവന്മാര് നാരായണന്റെ അംഗജരാണ്, അവയവങ്ങളാണ് എന്ന് വേണമെങ്കിൽ പറയാം. അംഗജരാണ് ദേവന്മാര്. പിന്നെ യജ്ഞങ്ങള് നാരായണന്റെ പരാഹ, നാരായണന് പ്രീതി ഉള്ളതാണ്. നാരായണ പ്രീതിക്ക് ഉള്ളവയാണ് യജ്ഞങ്ങള്. പിന്നെയോ ലോകാഹ നാരായണ പരാഹ, ലോകങ്ങള് എന്തിനു വേണ്ടാണ്? നാരായണന്റെ കൽപ്പിതങ്ങളാണ് ഈ ലോകങ്ങൾ മുഴുവൻ, അല്ലെ. പിന്നെ മഖാഹ, അത് യജ്ഞം പറഞ്ഞു, അല്ലെ. ഇനി യോഗ നാരായണ പരഹ എന്നാണ് പറഞ്ഞത്. എന്താണ് അതിന്റെ അർത്ഥം? യോഗങ്ങള് എന്ന് പറയുന്നത് നാരായണനെ സംബന്ധിച്ചിടത്തുള്ളതാണ്. നാരായണനെ സംബന്ധിച്ചിട്ടുള്ളതാണ് യോഗങ്ങള്. തപസ് നാരായണനെ ആശ്രയിച്ചിട്ടുള്ളതാണ് തപസ്. പിന്നെയോ ജ്ഞാനം നാരായണനെ കുറിച്ച്, അല്ലെങ്കിൽ നാരായണനില് നിക്ഷിപ്തമാണ് അറിവ്, ജ്ഞാനം. ഗതി എന്ന് പറഞ്ഞാൽ എന്താണ്? അവസാനത്തെ ആശ്രയസ്ഥാനം, അല്ലെ, പരമഗതി. അത് ആരെ ആശ്രയിച്ചാണ്? നാരായണനെ ആശ്രയിച്ചാണ് എന്ന് പറയാം. അപ്പം അത് ആണ് അതിന്റെ. ഇനി ഈ നാരായണ ശബ്ദം എന്താണ് എന്നുള്ളതാണ് ഇവിടെ. പിന്നെ നാരായണ ശബ്ദത്തിന്റെ ഒരു മഹാത്മ്യാണ്. നാരം അയനം യസ്യ സ നാരായണ എന്ന് പറയും. നാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വേദം എന്നൊരർത്ഥമുണ്ട്, ഇല്ലെങ്കിൽ അറിവെന്നൊരർത്ഥമുണ്ട്, വെള്ളം എന്നൊരു നാരം എന്ന് പറഞ്ഞാല്. പിന്നെ അയനം എന്ന് പറഞ്ഞാലോ? അയനം എന്ന് പറഞ്ഞാല് ആശ്രയം, വാസസ്ഥാനം, ഇതൊക്കെയാണ് അയനം എന്നുള്ള ഒരു വാക്കുകൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം നാരം അയനം യസ്യ സ നാരായണ. അപ്പം നരനെ ആരാണോ അയനം
ചെയ്യിപ്പിക്കുന്നത്. അയനം ചെയ്യിപ്പിക്കുന്ന എന്താണ്? ആശ്രയിക്കുക, അല്ലെങ്കിൽ വാസസ്ഥാനം ആശ്രയിപ്പിക്കുക. അപ്പം നരനെ ആരാണോ ആശ്രയത്തിന് കാരണമാകുന്നത്, അല്ലെങ്കിൽ നരന് ആശ്രയമായിക്കൊണ്ട് ആരാണോ അയാളാണ് നാരായണൻ. യഥാർത്ഥത്തിൽ എന്താണ് പറയുന്നത്? ഗർഭോദകം മുതല് പിണ്ടോദകം വരെ സദാസമയവും ആരുടെ ആശ്രയത്തിലാണ്? ഈ നാരായണന്റെ ആശ്രയത്തിലാണ് നരൻ എന്ന് അവിടെ കാണിച്ചു തരാണ്. അതാണ് നാരായണൻ. അപ്പം ഇനി പറയാം എന്താണ് ഈ നരൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ശരിക്കും പ്രപഞ്ചമാണ്, അല്ലെ? പഞ്ചഭൂതങ്ങളെ കൊണ്ട് നിർമ്മിതമായിട്ടുള്ളതാണ് ശരീരം, പ്രപഞ്ചം, ഈ പ്രപഞ്ചം. അപ്പൊ പ്രപഞ്ചത്തില് വസിക്കുന്നവനാരോ നാരായണൻ. പ്രപഞ്ചത്തിൽ പ്രപഞ്ചത്തിൽ അയനം ചെയ്യുക, അല്ലെങ്കിൽ പ്രപഞ്ചം വാസസ്ഥാനമായിട്ട് മാറുക എന്ന് പറയുമ്പോൾ എന്താണ്? പ്രപഞ്ചത്തിൽ കുടികൊള്ളുന്നവരാരാണോ അത് നാരായണൻ. ഈ പ്രപഞ്ചം നിലനിൽക്കാൻ കാരണം ആരാണ്? നാരായണൻ. അത് നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, കാര്യകാരണ യുക്തിയിൽ നമ്മൾ ആദ്യത്തെ ശ്ലോകമൊക്കെ നമ്മൾ മനസ്സിലാക്കാറുണ്ട്, അല്ലെ? ജന്മാദ്യസ്യയില് പറയില്ലേ കാര്യകാരണ രൂപേണ എന്ന് പറയില്ലേ? അപ്പൊ കാര്യകാരണ രൂപേണ എങ്ങനെയാ മനസ്സിലാക്കാൻ സാധിക്കുക? പ്രപഞ്ചത്തിന്റെ ഉള്ളില് നാരായണൻ എന്ന് പറഞ്ഞാലോ? എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രപഞ്ചം എന്ന് പറയുന്നത് പ്രകൃതി, അല്ലെങ്കിൽ പ്രപഞ്ചം, ഇതൊക്കെ മായയാണ്. മായ ആരുടെയാണ്? ഈശ്വരന്റെ അനന്യശക്തിയാണ്. അപ്പം പ്രപഞ്ചത്തിൽ വാസസ്ഥാനമാക്കിയിരിക്കുന്നത്, അല്ലെങ്കിൽ പ്രപഞ്ചം വാസസ്ഥാനമാക്കിയിരിക്കുന്നത് നാരായണനിലാണ് എന്ന് പറഞ്ഞാലോ? ഈ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നത് ഒരേ ഒരു ഈശ്വരൻ നാരായണൻ. അത് സമഷ്ടി എന്ന് വേണേൽ പറയാം. ഇനി വെഷ്ടിയായിട്ട് പറയുകയാണെങ്കിൽ ഈ പ്രപഞ്ചം എന്നുള്ളത് ഈ ശരീരം, ഓരോ ശരീരത്തിന്റെയും ഉള്ളിൽ വാസസ്ഥാനമാക്കിയിരിക്കുന്നത് ആരാണോ അത് നാരായണൻ. അങ്ങനെ പറയാം. അപ്പൊ വ്യഷ്ടി സമഷ്ടി രൂപേണ പറയുന്നതാണ് നാരായണൻ. അപ്പൊ എല്ലാത്തിനും ഇന്നലെ നമ്മൾ പറഞ്ഞു, അല്ലെ? കർമ്മം, കാലം, സ്വഭാവം, ജീവൻ എന്നൊക്കെ പറഞ്ഞ് എല്ലാത്തിനും, അല്ലെ, സർവാത്മഭാവത്തിനും സർവത്തിനും കാരണമായിട്ടുള്ളത് എല്ലാം ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്ന ആരാണ്? ശരിക്കും ആ ഒരു ശക്തിയാണ്. അതിനെ ഇങ്ങനെ നമ്മള് മാറ്റി 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 നമ്മളെ ഇങ്ങനെ ചിന്തിപ്പിക്കുന്നു. നമ്മളുടെ ഉള്ളിലുള്ള എന്ത് ദ്രവ്യം, കർമ്മം, കാലം, അല്ലെങ്കിൽ ഗുണങ്ങള് നമ്മളെ ഇങ്ങനെ പലതും മാറ്റി മാറ്റിക്കൊണ്ടിങ്ങനെ പോകുന്നു, അല്ലേ? ഇനി ഇതാണ് ഈ രീതിയിൽ ചിന്തിച്ചു കഴിഞ്ഞാല്. ഇനി പിന്നെ എന്താണ്? പിന്നെ പറഞ്ഞു നാരം എന്ന് പറഞ്ഞാൽ വെള്ളമാണ് എന്ന് പറഞ്ഞു. നാരം എന്ന് പറഞ്ഞാൽ വെള്ളം എന്നൊരു അർത്ഥം ഉണ്ടാകുന്നു പറഞ്ഞു. അതില് അവിടെ പറയുന്നു, ആ മനുസ്മൃതിയിൽ ഒരു ശ്ലോകമുണ്ട്. ആപോ നാരാ ഇതി പ്രോക്ത ആപോ വൈ നരസൂനവ താ യദസ്യായനം പൂർവം തേന നാരായണ സ്മൃത. ആപോ നരാ ഇതി നരസൂനവ ഇതി പ്രോക്ത. അപ്പം അവിടെ പറയുകയാണ്, ഈ അപ്പുകൾ അഥവാ ജലം നാരമാണ് എന്ന് പറയപ്പെടുന്നവിടെ. അപ്പം ഈ ജലവും, അല്ലെങ്കിൽ അപ്പുകൾ എന്ന് പറഞ്ഞാൽ പഞ്ചഭൂതങ്ങളിൽപ്പെട്ട ഒന്നാണല്ലോ അപ്പ്, ഈ ജലം എന്ന് പറയുന്നത്. അപ്പൊ ഈ ജലവും ശരിക്ക് എന്താണ്? ഭഗവാന്റെ സൃഷ്ടി തന്നെയാണ്. ഭഗവാന്റെ സൃഷ്ടി എന്ന് പറഞ്ഞാൽ നരൻ ഭഗവാൻ തന്നെയാണ്. നരന്റെ സൃഷ്ടി തന്നെയാണ് ഈ ജലം എന്ന് വേണമെങ്കിൽ പറയാം. അപ്പം ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം, അല്ലെ, ഇന്നത്തെ ആധുനിക സിദ്ധാന്തപ്രകാരം 2/3 ജലമാണെന്നാണ് പറയുക. പ്രപഞ്ചത്തില്, ഭൂമിയില് 2/3 ശരിക്ക്, ഒരു ഭാഗേ കരയുള്ളൂ ശരിക്കും, ബാക്കി മുഴുവൻ ജലമാണ്. ഇത് തന്നെയാണ് മനുഷ്യന്റെ ഉദരത്തിലും ഇത് തന്നെയാണ്, മനുഷ്യ ശരീരത്തിലും അങ്ങനെ തന്നെയാണ്. മനുഷ്യ ശരീരത്തിലും എന്താണ്? 2/3 ഈ ജലം തന്നെയാണ്. അപ്പം ഈ ജീവന്റെ ഉൽപ്പത്തി തന്നെ ജലത്തിൽ നിന്നാണ് എന്ന് ആധുനിക ശാസ്ത്രം നമുക്ക് കാണിക്കുന്നുണ്ട്. എങ്കിൽ അതിന് ഒരു കാരണമായിക്കൊണ്ട് ഈ ജലത്തിൽ ജലമായിട്ടുള്ള ജലം ആശ്രയസ്ഥാനമായിക്കൊണ്ടുള്ള യാതൊരു ശക്തിയാണോ അത് നാരായണൻ എന്ന് പറയും. അയനം യസ്യ സ നാരായണ എന്ന് പറഞ്ഞത് ജലത്തിൽ ആശ്രയസ്ഥാനമായിട്ടുള്ള ശക്തി. ആ ശക്തി ഏതാണോ അത് നാരായണൻ എന്ന് പറയും. പിന്നെ ഇപ്പം ഇതിനൊരു ഉദാഹരണം എന്നൊക്കെ പറഞ്ഞാൽ എന്താ? ശരിക്കും മാർക്കണ്ഡേയ ചരിതത്തിൽ നമുക്കറിയാൻ സാധിക്കും. മാർക്കണ്ഡേയനെ പ്രളയം
അല്ലെ കാണിക്കുവാൻ വേണ്ടി ഭഗവാൻ ഒരു രൂപം എടുത്തു. ആലിലയുടെ അല്ലെ ഉള്ളിൽ കിടക്കുന്നതായിട്ടുള്ള ചെറിയ കൃഷ്ണൻ. എന്നിട്ടോ ആ ഭഗവാൻ തന്നെ തന്റെ പാദങ്ങൾ തന്നെ കുടിച്ചുകൊണ്ട് കിടക്കുന്നതായിട്ടുള്ള ആ ഒരു രൂപം. അപ്പം അതെന്തായി, വലിയ സമുദ്രത്തിന്റെ ഉള്ളില് ഒരു ചെറിയ ഒരു രൂപത്തിലായിക്കൊണ്ട്, ആശ്രയസ്ഥാനമായിക്കൊണ്ട് ഇത്. എന്നാൽ ഇതേ ഭഗവാൻ തന്നെ എന്തായി, പാലാഴിയില് അല്ലെ അനന്തന്റെ മെത്തയില് അനന്തശായി ആയിക്കൊണ്ട്, പത്മനാഭൻ സ്വാമി ആയിക്കൊണ്ട് അവിടെ വർത്തിക്കുന്നു. ഇത് രണ്ടും നമുക്ക് ഉദാഹരണമായിട്ട് ഈ നാരം അയനം യസ്യ നാരായണ എന്നുള്ള രീതിയിൽ നമുക്ക് അതിൽ നിന്ന് എടുക്കാൻ സാധിക്കും. അപ്പം യഥാർത്ഥത്തിൽ നമുക്ക് ഇത് എന്താണ് വേദാന്ത വിഷയമാണ് ശരിക്കും. അപ്പം ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ട വേറൊന്നുമല്ല, ഈ നാരായൺ എന്നുള്ളതാണ് ശരിക്കും വിദ്യ എന്ന് പറയാം. വിദ്യ എന്ന് പറഞ്ഞാൽ എന്താണ്? പുരുഷൻ അല്ലെങ്കിൽ ഈശ്വരൻ. മറ്റ് എല്ലാം നമ്മൾ കാണുന്നതായിട്ടുള്ള എല്ലാം എന്താണ്? അവിദ്യയാണ്. അവിദ്യയാണ് ശരിക്കും. നമ്മളോട് പറയും ത്വമേവ മാതാച പിതാത്വമേവ. ഇപ്പൊ നമ്മളുടെ ഏറ്റവും വലിയൊരു നമുക്കിതിനെ മനസ്സിലാക്കാൻ പറ്റാത്തതിന്റെ ഏറ്റവും വലിയൊരു ഒരു കോമഡി എന്ന് പറയാൻ പറ്റില്ല, സോറി കോമഡി അല്ല, ഒരു അവിദ്യ എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാല് നമ്മൾ കാണുന്നത് മുഴുവൻ അവിദ്യയാണ് സത്യത്തില്. പക്ഷേ നമ്മളെ വിശ്വസിപ്പിക്കുകയാണ് ശരിക്കും ആ യോഗമായ, അല്ലെ? നമുക്ക് എന്താ ഉപനിഷത്ത് പറഞ്ഞു തന്നിരിക്കുന്നത്? ത്വമേവ മാതാ ച പിതാ ത്വമേവ ത്വമേവ ബന്ധുശ്ച സഖാ ത്വമേവ ത്വമേവ വിദ്യാദ്രവിണം ത്വമേവ ത്വമേവ സർവം മമ ദേവദേവ. നമ്മളോട് ഉപനിഷത്ത് പറയാണ്, ഈ ഇവിടെ കാണുന്ന സകല വസ്തുക്കളും എന്താണ്? ഈശ്വരനായിട്ട് കാണണം എന്ന് പറയുകയാണ്, അല്ലെ? നമുക്ക് അങ്ങനെ കാണാൻ സാധിക്കുമോ? ആലോചിച്ച് നോക്കൂ. നമ്മളുടെ ബന്ധുക്കൾ ഈശ്വരനായിട്ട് നമുക്ക് കാണാൻ സാധിക്കുമോ? നമ്മളുടെ കൂട്ടുകാരന് ഈശ്വരനായിട്ട് നമുക്ക് കാണാൻ സാധിക്കുമോ? നമ്മളുടെ അനിയൻ, നമ്മളുടെ അനിയത്തി, ഇവരെയൊക്കെ നമുക്ക് ഈശ്വരനായിട്ട് കാണാൻ സാധിക്കുമോ? നമ്മളുടെ വളർത്തു നായ ഈശ്വരനായിട്ട് കാണാൻ സാധിക്കുമോ? നമുക്ക് കാണാൻ സാധിക്കുമോ? അപ്പം യഥാർത്ഥത്തിൽ നമ്മളെ കാണിച്ചു തരികയാണ്, ഇതാ അച്ഛൻ ഈശ്വരനാണ് കേട്ടോ, ഈശ്വരനെ കാണുന്നത് പോലെ അച്ഛനെ കാണണം. അല്ലെങ്കിൽ അങ്ങനെ തന്നെയാണല്ലോ പറയുന്നത്, ത്വമേവ മാതാ, അമ്മ ഈശ്വരനാണ്, നിന്റെ കയ്യിലുള്ള അറിവ് ഈശ്വരനാണ്, നിന്റെ ദ്രവ്യം നിനക്ക് ഈശ്വരനാണ്. ഇങ്ങനെ പറയുമ്പോൾ നമ്മൾക്ക് എങ്ങനെ ഇതിനെ മനസ്സിലാക്കാൻ സാധിക്കേ? ഒന്ന് ആലോചിച്ച് നോക്കൂ. അപ്പൊ തന്നെ നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും, ഈ പറയുന്നതായിട്ടുള്ള ഗോചരമായിട്ടുള്ള ലൗകികമായിട്ടുള്ള രൂപ ഗുണത്തോട് കൂടിയിട്ടുള്ള ഈ മാംസളമായിട്ടുള്ള ഒരു വസ്തുവല്ല ഈശ്വരൻ എന്ന് നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കില്ലേ? ഇന്ന് ഏറ്റവും കൂടുതൽ നമുക്ക് ഉണ്ടാകുന്ന ദുഃഖം എന്താണ് ശരിക്കും? ഈ മായ കൊണ്ട് നമ്മൾ പലതും നമ്മൾ തെറ്റിദ്ധരിച്ച് വിശ്വസിച്ചു ഇരിക്കുന്നു. എന്നിട്ട് ഈ മായ തന്നെ നമ്മളെ അതിൽ നിന്നും അല്ലെ നമ്മളെ വിടുവിക്കുന്നു. ഈ വിടുവിക്കുമ്പോൾ എന്തായി? നമ്മളുടെ ഈ തെറ്റിദ്ധാരണ കൊണ്ട് ബന്ധപ്പെട്ട ഈ ബന്ധങ്ങളെ വിടുവിക്കുമ്പോൾ ഉണ്ടാകുന്ന ദുഃഖമാണ് നമുക്ക് ശരിക്കും. എന്നാൽ യഥാർത്ഥത്തില് ആ മായ നമ്മളെ ബാധിക്കാതെ നമ്മളുടെ ഉള്ളിലെ ആ ഒരു ശക്തി തന്നെയാണ് ആ മറ്റുള്ളവരുടെ ഉള്ളിലുള്ള ശക്തി നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചാല് നമുക്ക് എവിടെയാണ് ബന്ധം? അവിടെ ഈ മായ ബന്ധപ്പെടേണ്ട കാര്യമുണ്ടോ? സത്യത്തിൽ നമുക്ക് ചിന്തിക്കേണ്ട ഒരു വലിയൊരു ഇത് ഈ ഒരു വിഷയം എന്ന് പറഞ്ഞാല് എളുപ്പമല്ല. സത്യത്തില് നമുക്കത് അതിനെ മനസ്സിലാക്കി എടുക്കുക എന്ന് പറഞ്ഞാൽ എളുപ്പമല്ല. കാരണം ഈ പറഞ്ഞ നിരീശ്വരവാദത്തിലേക്ക് വരെ പോകും. നിരീശ്വരവാദത്തിലേക്ക് പോകുന്നുള്ളത് പറഞ്ഞാൽ കാരണം ഒരു ഒരു കണക്കിന് നമ്മളുടെ ഈ അജ്ഞതയാണ് ശരിക്കും നമ്മൾ ഇന്ന് വെറുതെ ടെൻഷൻ അടിക്കുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം. നമ്മൾ ഈശ്വരൻ എന്നുള്ള സങ്കല്പത്തിനെ നമ്മൾ കൽപ്പിച്ചിരിക്കുന്നത് നമ്മൾ പലതിലുമാണ്. ഈ പല ബന്ധങ്ങൾ ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ്? ഈ ബന്ധങ്ങൾ ഉണ്ടാകുന്നത് പോലും എന്തുകൊണ്ടാണ്? വെറും മായയാണത്. നമുക്ക് തോന്നലാണ്, അല്ലെ? നമ്മൾ പറയാറില്ലേ, അക്കരെ പച്ചാന്ന് പറയാറില്ലേ നമ്മള്? അവിടെ ചെന്നാൽ എന്തോ ഒരു പ്രത്യേക സുഖമാണെന്ന് നമുക്ക് തോന്നലാണ്. അവിടെ ചെല്ലുമ്പോൾ ഇതിലും കഷ്ടമായിട്ടായിരിക്കും നമ്മൾ അടുത്ത സ്ഥലത്ത് ചെല്ലുമ്പോഴത്തേക്ക്. എന്നിട്ട് നമ്മളത് അതിൽ ദുഃഖിക്കുകയാണ് എന്ന് പറഞ്ഞ പോലെ ഇന്ന് നമ്മളുടെ ഗോചരമായിട്ടുള്ള ഒരു വസ്തുക്കളും ശാശ്വതമായിട്ടുള്ള ഒരു സുഖവും നമുക്ക് തരുന്നില്ല. നമുക്ക് തോന്നലാണ് സുഖമാണെന്ന്. പക്ഷെ നമ്മൾ ആ സുഖം അനുഭവിക്കുന്നത് മുഴുവൻ ദുഃഖമാണെന്നുള്ളത് വേറൊരു യാഥാർത്ഥ്യം അപ്പുറം നിൽക്കുക. ഒരു ദുഃഖത്തിന് വേണ്ടിയാണ് നമ്മൾ ഈ സുഖം അനുഭവിക്കുന്നത് എന്നുള്ളത് നമ്മൾ ഒട്ടും ചിന്തിക്കുന്നില്ല. കാരണം എന്തുകൊണ്ടാണ്? മായയാണ്. നമ്മൾ ഈ മായയുടെ പുറകെ പോകുമ്പം
അത് സുഖമാണെന്ന് വിചാരിച്ചു പോകുന്നത് മുഴുവൻ ദുഃഖമാണത്. അല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കൂ. നമ്മളെ അച്ഛൻ, അമ്മ, നമ്മളുടെ മക്കള്, നമ്മളുടെ ഭാര്യ, നമ്മളുടെ ഭർത്താവ് എന്ന് പറഞ്ഞ് അവരോട് ഈ എന്താണ് കാപട്യമായിട്ടുള്ള മായയെ നമ്മളെ വിശ്വസിപ്പിക്കുകയാണ്. ആർക്കാ നമ്മളെ രക്ഷിക്കാൻ സാധിക്കുക? ഒരു ആശ്രയസ്ഥാനം എന്ന് പറയുന്നത് നമുക്ക് ആരാ? നമ്മുടെ ആശ്രയസ്ഥാനം എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഉള്ളിൽ തന്നെ, നമ്മളുടെ ഉള്ളിലും സകല ചരാചരങ്ങളുടെ ഉള്ളിലും വർത്തിക്കുന്ന ആ ഒരേ ഒരു ഊർജ്ജ സ്രോതസ്സുമായിട്ട് മാത്രമേ നമുക്ക് ബന്ധമുള്ളൂ. ഇതിനെ നമുക്ക് ഉറപ്പിക്കാൻ സാധിച്ചാൽ നമുക്ക് എന്ത് വികാരമാണ് പിന്നെ ഉണ്ടാകുക? നമുക്ക് എന്ത് വികാരം ഉണ്ടാകുക? നമുക്കൊരു വികാരവും ഇല്ല ശരിക്കും. നമ്മുടെ മക്കളുമായിട്ട് ബന്ധമില്ല, നമ്മുടെ ഭാര്യയായിട്ട്, ഭർത്താവായിട്ട്, കുടുംബമായിട്ട്, നമ്മുടെ ശരീരത്തിനോട് പോലും നമുക്ക് ഒരു കടപ്പാടും ഇല്ല ശരിക്കും. ശരീരം പോലും എന്താണ്, മൂപ്പര് നിശ്ചയിക്കുന്ന പോലെ പോവുകയാണ്. അതിനെ വിശ്വസിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. ശരീരം പോലും നമ്മളെ തെറ്റിദ്ധരിപ്പിക്കലുണ്ടാവും. ശരീരത്തിന് ഉണ്ടാകുന്ന മാറ്റങ്ങൾ എന്തുകൊണ്ടാണ്? മായയാണ്. അപ്പം യഥാർത്ഥത്തില് നമുക്ക് ഇതിൽ നിന്ന് ഈ ഈശ്വരനെ മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ യഥാർത്ഥത്തില് സജ്ജനം, ഭക്തൻ എന്നുള്ളൊരു ലേബലിലേക്ക് എത്തിക്കാൻ സാധിക്കുള്ളൂ. അതാണ് ജ്ഞാനി എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഈ അവധൂതന്മാരായിട്ടുള്ള ഋഷീശ്വരന്മാര്, സന്യാസിമാര്, നമുക്ക് എല്ലാവരെയും നമുക്ക് ഈ സന്യാസി ആയതുകൊണ്ട് ഇതിലേക്ക് എത്തിക്കൊള്ളണം നിർബന്ധമൊന്നും ഇല്ല കേട്ടോ. എല്ലാവരും ഒരുപോലെയാണ്. നമ്മളുടെ ധാരണ അവര് കാവ്യ ധരിച്ച് അവര് ഒരു പ്രത്യേക ഒരു സംസ്കാരത്തിലൂടെ അവർ പോകുന്നതുകൊണ്ട് ആ ഒരു ഇതിന് സാഹചര്യം കൂടുമെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ ഈ പ്രപഞ്ചത്തിലുള്ള സകലതും മായയാണ്. സകലതും മായയാണെന്ന് നമുക്ക് ധരിക്കാൻ സാധിച്ചാൽ നമുക്ക് പിന്നെ ഒരു ആശ്രയസ്ഥാനം എന്ന് പറയുന്നത് നമ്മളുടെ ഉള്ളിൽ തന്നെ, നമ്മളുടെ കൂടെ നിൽക്കുന്ന ആ ഒരു ജ്യോതിസ് അല്ലെങ്കിൽ ആത്മചൈതന്യം. ഈ ചൈതന്യം തന്നെയാണ് എല്ലാത്തിനെയും നടത്തിക്കൊണ്ടു പോകുന്നത്. അത്രേ ഉള്ളൂ അവിടെ. ആ സത്യത്തെ മനസ്സിലാക്കി കൊടുക്കണം. അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത് നാരായണ പരാവേദ. വേദങ്ങളൊക്കെ നാരായണനാണ്, നാരായണ പരങ്ങളാണ്. അതായത് ഈ വേദം എന്താണ്? ശരിക്കും അറിവ്. ആ അറിവ് നാരായണനെ കുറിച്ച് അറിയാൻ വേണ്ടിയിട്ടാണ്. ഏത് നാരായണനെ കുറിച്ച്? ഈ പറഞ്ഞതായിട്ടുള്ള ഈ ശക്തിയെ കുറിച്ച് അറിയാൻ വേണ്ടിയിട്ട്. പിന്നെ നാരായണന്റെ അങ്കജങ്ങളാണ് ദേവന്മാര് എന്ന് പറയാണ്. ദേവന്മാരെന്ന് തന്നെ ദേവന്മാരെന്ന് പറഞ്ഞത് മാത്രമേ ഉള്ളൂ. എല്ലാം ഭഗവാന്റെ അംശമാണ്. അങ്കജൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അവയവങ്ങൾ എന്ന് വേണേൽ പറയാം, അല്ലേ? അപ്പൊ ഇതൊക്കെ അവയവങ്ങളാകുന്നത് എപ്പോഴാണ് ശരിക്കും? എപ്പോഴാണ് ഇത് അവയവങ്ങളാകുന്നത്? നമുക്ക് എപ്പോഴാണ് അമ്മയെ ഈശ്വരനായിട്ട് കാണാൻ സാധിക്കുന്നത്? എപ്പോഴാണ് നമ്മളുടെ ഉള്ളില് ഈ ഒരു എന്താ പറയണ്ടേ, ഒരു സാന്ത്വന ഭാവം, നമ്മളുടെ ഉള്ളിൽ ഒരു എന്താണ്, ഈ മാലിന്യങ്ങളില്ലാത്ത ശുദ്ധമായിട്ടുള്ള ഒരു അനുഭവം, നമുക്ക് ശൂന്യത, അല്ലെ? ശൂന്യത എന്നൊക്കെ പറഞ്ഞാൽ എത്ര കണ്ട് മനസ്സിലാവും എന്നുള്ള അറിയില്ല. എങ്കിൽ പോലും പറയാണ്, യാതൊരുവിധ അല്ലലുമില്ലാതെ സ്വതന്ത്രമായിട്ടിരിക്കുന്ന ഒരു കെയർ എന്നൊക്കെ പറയല്ലേ. നമുക്കിപ്പോ എന്താ, ഒരു സബോർഡിനേറ്റ്, അല്ലെ, ഒരു ജോലിക്കാരന്റെ കീഴിൽ നമുക്ക് നിൽക്കുമ്പം ആ നമ്മളുടെ ജോലി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ സ്വതന്ത്രനായി. അല്ലെങ്കിൽ നമ്മളെ നോക്കുവാൻ ഒരാളുണ്ടെന്ന് പറഞ്ഞാൽ പിന്നെ നമുക്ക് അധികം ഭാരമൊന്നുമില്ല. നമ്മളുടെ ഭാരമൊക്കെ ഇറങ്ങിപ്പോയി. ഭാരം ഇല്ലാതെ നിൽക്കുന്ന ആ സ്വതന്ത്രമായിട്ടിരിക്കുന്ന ഒരു അവസ്ഥയില് ഈ ഒരു അവസ്ഥ നമുക്ക് എവിടെ നിന്നൊക്കെ കിട്ടുന്നുണ്ടോ അവിടെയൊക്കെയാണ് നമ്മൾ ആ ഈശ്വര സ്ഥാനം അവിടെ കൊടുക്കുന്നത്. അപ്പൊ അപ്പോഴും യഥാർത്ഥത്തില് ആ മാംസളമായിട്ടുള്ള ഈ ശരീരമാണ് ഈശ്വരനെന്ന് നമ്മൾ തെറ്റിദ്ധരിക്കുമ്പോഴാണ് നമുക്ക് സങ്കടം വരുന്നത്. ശരി, യഥാർത്ഥത്തില് ഇതൊന്നും ഇവിടുന്ന് പോകുന്നില്ല. സത്യത്തിൽ വരുന്നുമില്ല, പോകുന്നുമില്ല. നമ്മൾ അതല്ലേ ഈശ്വരനെ കുറിച്ച് പറയുന്നത്. ഈശ്വരനെ കുറിച്ച് പറയുന്നത് നമ്മൾ ഒന്നും വരുന്നുമില്ല, പോകുന്നുമില്ല, നിലനിൽക്കുന്നു ഒന്നുമില്ല. ഉള്ള ഒരേ ഒരു ശക്തി. ആ ശക്തി എന്താണ്, പലതിനെ ആശ്രയിച്ചുകൊണ്ട് ഓരോരോ ശരീരങ്ങൾ സ്വീകരിക്കുന്നത് മാത്രമേ ഉള്ളൂ. ആ ശരീരത്തിന്റെ കാലമാകുമ്പോഴത്തേക്കും അതിങ്ങനെ ഇതായി പോകുന്നു. അതുകൊണ്ട് ഈ ചൈതന്യത്തിന് എന്തെങ്കിലും ഇത് വരുന്നുണ്ടോ? ഇല്ല. നമ്മളൊക്കെ ഈ ചൈതന്യത്തിന്റെ എന്താണ്, ഈ ചൈതന്യമാണ് നമ്മളെയൊക്കെ ഇന്ന് മറ്റുള്ളവരെ എന്താണ് കാരണവസ്തു എന്ന് പറയുന്നത്. നമ്മളുടെ ഉള്ളിൽ ഈ ചൈതന്യം ഉള്ളതുകൊണ്ടാണ് മറ്റുള്ളവർക്ക് നമ്മളോട് പ്രതികരിക്കാൻ സാധിക്കുന്നത്. സത്യത്തിൽ ആ ചൈതന്യം തന്നെയാണ് തന്നെ മനസ്സിലാക്കിയത്. ഇപ്പം തൻ്റെ ഒരു സുഹൃത്താണ്, തൻ്റെ അച്ഛനാണ്, തൻ്റെ അമ്മയാണെന്ന് തൻ്റെ ഉള്ളില് ഒരു ബോധം, അതല്ലേ എന്താണ്, നാരായണ പരം ജ്ഞാനം, ആ അറിവും എന്താണ്, അതിനും കാരണം ഈ ചൈതന്യം തന്നെ, ഒരേ ചൈതന്യം തന്നെ. അപ്പൊ അങ്ങനെയാകുമ്പം നമ്മള് ഇതിലൊന്നും ബന്ധപ്പെടാതെ
വെറും ഒരു യന്ത്രമായിട്ട് നമുക്ക് ഇരിക്കാൻ സാധിക്കുമെങ്കിൽ അപ്പോഴാണ് യഥാർത്ഥ ഭക്തൻ എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് എത്തുന്നത്. അതാണ് സജ്ജനം എന്ന് പറയുന്നത്. അങ്ങനെയുള്ള ഭക്തന്മാരുടെ ഉള്ള കൂട്ടാണ് സത്സംഗം എന്ന് പറയുന്നത്. അപ്പൊ നോക്കിയോ, നമുക്ക് എവിടെ സത്സംഗം കിട്ടുക? സത്സംഗം എന്ന് നമ്മൾ ഇന്ന് പറയുന്നത് കുറച്ച് ഭാഗവതം വായിക്കുന്നവരുണ്ടെങ്കിൽ, കുറച്ച് സപ്താഹം ഉണ്ടെങ്കിൽ അവിടെ ചെന്ന സത്സംഗം എന്നാ വിചാരിക്കല്. യഥാർത്ഥത്തിൽ അത് സത്സംഗമാണെന്ന് പറയാൻ സാധിക്കൂ? ഇല്ല. ഈ ഒരു ഭാവം നമുക്ക് കിട്ടുന്ന അവസ്ഥ അത് ചിലപ്പോ ഒരു മൃഗത്തിൽ നിന്ന് ചിലപ്പോൾ നമുക്ക് കിട്ടിയെന്നിരിക്കും, ഓരോ അവസ്ഥകളിൽ നിന്ന് നമുക്ക് കിട്ടിയെന്നിരിക്കും. അതിന് ഇന്ന ഇതൊന്നും വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഈ ഒരു ആർദ്രമായിട്ടുള്ള ഒരു ഭാവം കിട്ടുന്നത് എവിടെയാണോ അവിടെയാണ് യഥാർത്ഥത്തിൽ. അതിപ്പം ഇപ്പം ഇന്നത്തെ സംസാരിക്കണമെന്നില്ല, ഒരു സുഹൃത്തിനോട് സംസാരിക്കുമ്പോൾ നമുക്ക് ചിലപ്പോൾ ഈ ഒരു ഭാവം നമുക്ക് കിട്ടും. അത് സത്സംഗമായിട്ട് മാറുകയാണ്. അതാണ് സത്സംഗം ശരിക്കും. ആ സത്സംഗമാണ് നമുക്ക്. കാരണം ഈ ഒരു ജ്ഞാനത്തെ നമ്മളുടെ ഉള്ളിൽ ഉറപ്പിക്കാൻ നമുക്ക് സാധിക്കണം. അതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞത് എല്ലാം ദേവന്മാര് നാരായണന്റെ അംഗങ്ങളാണെന്നും ലോകം തന്നെ എന്താണ് നാരായണ പരാലോക, അല്ലെ? ഈ ലോകങ്ങൾ പോലും ഈ നാരായണനെ കൽപ്പിക്കുന്നതാണ്, നാരായണനിൽ കൽപ്പിതങ്ങളാണ് ലോകം. അത് നമ്മള് കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞു അല്ലേ? ലോകം എന്ന് പറയുന്നത് നമ്മളാണ് നിശ്ചയിക്കുന്നത്, നമ്മളുടെ ഈ ഇതിനനുസരിച്ച് നമ്മൾ കാണുന്നതാണ് ലോകം. അപ്പൊ അതും ആരാ ചെയ്യിക്കുന്നത്? അതൊക്കെ നിയന്ത്രിക്കുന്ന ആ ഒരു ശക്തി എന്ന് പറയുന്നത് ഈശ്വരൻ മാത്രമേ ഉള്ളൂ എന്ന് അവിടെ പറയുകയാണ്. അപ്പം അവിടെ എന്താണ് ശരിക്ക് പറഞ്ഞാല് ഇവിടെ അവിദ്യാബദ്ധമായിട്ടുള്ള ചൈതന്യമാണ് നമ്മളുടെ ഉള്ളില് നമ്മളായിട്ട് ശോഭിക്കുന്ന ഈ ജീവൻ എന്ന് പറയുന്ന വസ്തു. ഈ ജീവനാണല്ലോ സത്യത്തില് അല്ലെ നമ്മളെ പലതിനെയും ഘടിപ്പിക്കുന്ന വസ്തു ജീവനല്ലേ? നമ്മൾ പറയാറില്ലേ ഒരു ജീവനും ഇല്ലാതെയാണല്ലോ ഇരിക്കുന്നതെന്ന് പറയാറില്ലേ? എന്തേ? അപ്പം ആ ജീവൻ എന്നുള്ളത് പോലും എന്താണ് ശരിക്ക് ആ ജീവൻ പോലും എന്താണ് അവിദ്യാബദ്ധമായിട്ടുള്ള ഒരു ചൈതന്യമാണ് ജീവൻ. ജീവൻ തന്നെ വിചാരിച്ചാൽ ഒന്നും നടക്കില്ല. ആ ഭഗവാന്റെ അംശമാണ് അത്. ആ ജീവൻ എന്താണ് ശരീരത്തിലൂടെ പ്രവർത്തിക്കണമെന്ന് ഭഗവാൻ നിശ്ചയിച്ചാൽ മാത്രമേ ഇതുള്ളൂ. അല്ലാതെ ജീവൻ അവിടെ ഒരു ചൈതന്യ വസ്തുവാണെന്ന് നമുക്ക് പറയാൻ സാധിക്കുക. അവിടെയും യോഗമായ ബന്ധം അവിടെ ജീവനെയും ബാധിക്കുന്നു. അതാണ് സത്യത്തില് ഈ മായ എന്ന് പറയുന്നത് ശരീരമാണ്. ശരീരം ജീവനോട് ചേർന്ന് നിൽക്കുമ്പം ആ ജീവനെ പൊതിഞ്ഞിരിക്കുകയാണ് മായ ശരിക്കും. അതാണത്. അപ്പം അങ്ങനെ അവിദ്യാബദ്ധമായിട്ടുള്ള ചൈതന്യമാണ് ഈ ജീവൻ. ആ ജീവനാണ് യഥാർത്ഥത്തില് നരൻ എന്ന് നമ്മൾ പറയുന്നത്. അപ്പം അവിദ്യാമുക്തമായിട്ടുള്ള ശുദ്ധമായിട്ടുള്ള ചൈതന്യമാണ് എന്ത്? ബ്രഹ്മം അല്ലെങ്കിൽ ഈശ്വരൻ. ഈ മായയൊന്നും ബാധിക്കാത്തതായിട്ടുള്ള, ജീവൻ പോലും ബാധിക്കാത്തതായിട്ടുള്ള ആ ചൈതന്യമാണ് ബ്രഹ്മം, ഈശ്വരൻ എന്ന് പറയുന്നത്. അപ്പം ഈ മായയിൽ പെട്ടിരിക്കുന്ന ആ ജീവനാൽ അഥവാ നരനാൽ അല്ലെ അവിടെ വ്യാപൃതമായിട്ട് കിടക്കുന്നതാണ് യഥാർത്ഥത്തിൽ ഈ പ്രപഞ്ചം എന്ന് പറയുന്നത്. ഈ പ്രപഞ്ചം എന്ന് പറയുമ്പോഴത്തേക്കും നമ്മള് പ്രപഞ്ചം എന്ന് നമ്മൾ പറയുമ്പോഴത്തേക്കും പെട്ടെന്ന് നമ്മൾ എന്താണ് മറ്റെല്ലാ ഭൂമി ഇതെല്ലാം കൂടെ, അതല്ല. പ്രപഞ്ചം എന്ന് പറഞ്ഞാൽ വേറൊന്നുമില്ല, പഞ്ചഭൂതാത്മകമായിട്ട് നിർമ്മിച്ചതല്ല. ഇവിടുത്തെ ഭൂമിയിലെ ഘടകങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ പൃഥ്വി, അപ്പ്, തേജസ്, വായു, ആകാശം, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള പഞ്ചഭൂതങ്ങൾ അടങ്ങിയതായിട്ടുള്ള ഓരോ സൃഷ്ടികൾ മുഴുവൻ, അതെല്ലാം ഓരോന്നും ഓരോ പ്രപഞ്ച. എന്തൊരു പ്രകൃതം അവന്റെ എന്ന് പറയാറില്ല. അത് പ്രകൃതി. അപ്പം പ്രകൃതി പ്രപഞ്ചം എന്ന് പറയുന്നത് ഓരോന്നിനും പ്രപഞ്ചം എന്ന് പറയും. നമ്മളുടെ ഈ ശരീരം പ്രപഞ്ചമാണ്, പഞ്ചഭൂതങ്ങളെ കൊണ്ട് നിർമ്മിച്ചതാണ് ഈ പ്രപഞ്ചം എന്ന് പറയുന്നത്. അപ്പം പ്രകർഷേണ പഞ്ചത്വേന ഇതി പ്രപഞ്ചം എന്ന് വേണേൽ പറയാം. അതിൻ്റെ ഒരു വ്യാഖ്യാനം പറഞ്ഞാല് പ്രകർഷേണ പഞ്ചത്വേന ഇതി പ്രപഞ്ചം. അപ്പം ഇവിടെ ഈ അപ്പ് എന്ന് പറഞ്ഞാൽ ജലം. ആ അപ്ശബ്ദം ചരാചരാത്മകമായിട്ടുള്ള ഈ പ്രപഞ്ചത്തെയാണ് പ്രതിനിധാനം ചെയ്യുന്നത് പറയണം. അപ്പം ഈ ജലം എന്നുള്ളതൊക്കെ ശരിക്കും എന്താണ്? പ്രപഞ്ചത്തിൽ പെടുന്നതാണ് അല്ലെ? പഞ്ചഭൂതങ്ങളിൽ പെടുന്നതാണ് അവിടെ. അപ്പൊ ഈ ബദ്ധനായിട്ടുള്ള നരന് ഈ വിഷയീഭൂതമായതായിട്ടുള്ള ഈ പ്രപഞ്ചം യഥാർത്ഥത്തിൽ എന്താണ്? മായാകൽപിതമാണ്. അതുകൊണ്ട് തന്നെ ഇത് മിഥ്യയാണ് എന്ന് പറയണം. ഇതെത്ര നമ്മൾ പറഞ്ഞാലും ഈ യോഗമായയുടെ വൈശിഷ്ട്യം നമ്മളെ അതെല്ലാം മാറ്റും. അതിനെ അതിജീവിക്കാൻ നമുക്ക് സാധിക്കും.
അപ്പോഴേ ഈശ്വരനെ മനസ്സിലാക്കാൻ സാധിക്കും. ഭാഗവതവും ഉപനിഷത്തും നമുക്ക് കാണിച്ചു തരുന്ന ഈശ്വരനെ മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ഇന്ന് കാണുന്ന ഈശ്വരനേ അല്ല, നമ്മൾ ഇന്ന് പലതും ഈശ്വരനാണെന്ന് നമ്മൾ പറയാറില്ലേ, കാണിക്കാറില്ലേ, അതൊന്നുമല്ല. അതൊക്കെ മായയാ, വിഗ്രഹം പോലും മായയാണ്. ഇവിടെ ഉണ്ടാകുന്ന നശിക്കുന്നതായിട്ടുള്ള വസ്തുക്കൾ മുഴുവൻ മായയാണെന്ന്. പിന്നെ എങ്ങനെ നമുക്ക് അവിടെ ഈശ്വരനെ കൽപ്പിക്കാൻ സാധിക്കുന്നത്? ഈശ്വരനെ കൽപ്പിക്കുകയാണെങ്കിൽ എല്ലാത്തിനും കൽപ്പിക്കണം, എല്ലാത്തിനും കാരണം. കാരണം എല്ലാത്തിൻ്റെയും സ്രോതസ് ഈശ്വരനാണ്. എല്ലാ വസ്തുവിന്റെയും, നല്ലതിന്റെയും ചീത്തയും, സത്തും അസത്തും ഗുണവും അഗുണവും എല്ലാം ഈശ്വരൻ തന്നെ. ഈശ്വരന്റെ അനന്യ ശക്തി അതൊക്കെ തന്നെ. അതിലൊക്കെ നമുക്ക് ഈശ്വരനെ കാണാൻ സാധിക്കും. നമുക്ക് വേർവ്യത്യാസം വരുന്നു ഇവിടെ. ഈ വേർവ്യത്യാസം വരാനേ വയ്യ അവിടെ. അപ്പം അതുകൊണ്ടാണ് അവിടെ പറയുന്നത് ഈ അതൊക്കെ അവിദ്യയാണ് എന്നാണ് അതിന് പറയുക. മായയ്ക്ക് അവിദ്യ എന്നാണ് പറയുക. അപ്പം വേദാന്ത ശാസ്ത്രപ്രകാരം ഈ അവിദ്യ എന്നത് ശരിക്ക് മായയുടെ ഒരു പര്യായമാണ് എന്ന് പറയുന്നു. അപ്രകാരമുള്ള ഈ മിഥ്യാപ്രപഞ്ചം, മിഥ്യ എന്ന് പറയുന്നത് എന്താ ശരിക്ക് ഉണ്ടെന്ന് നമുക്ക് അറിയാം, നമുക്ക് കാണുന്നുണ്ടല്ലോ, നമ്മുടെ കണ്ണിന് ഗോചരമായിട്ടുള്ള ഉണ്ട്, പക്ഷെ യഥാർത്ഥത്തിൽ ഇല്ലാത്തതാണ്. അതുകൊണ്ടാണ് മായ എന്ന് പറഞ്ഞാല് യാ മാസ മായ എന്നാണ്, ഇല്ലാത്തതിനെയാണ് മായ എന്ന് പറയുന്നത്. പക്ഷെ നമുക്കത് മായ എന്ന് പറയാൻ, ഇല്ലാത്തതെന്ന് പറയാൻ പറ്റില്ല, കാരണം നമുക്ക് കാണാൻ സാധിക്കുന്നു. അതുകൊണ്ടാണ് മിഥ്യ പ്രപഞ്ചം എന്നവിടെ പറയുന്നതിന്റെ കാര്യം അതാണ്. അപ്പം ഇത് വെറും ഒരു തോന്നൽ മാത്രമാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഒരു മുത്തുച്ചിപ്പി എങ്ങനെയാണോ നമ്മൾ വെള്ളിമണിയായിട്ട് നമുക്ക് തോന്നുന്നത്, മുത്തുച്ചിപ്പികളൊക്കെ കാണുമ്പോൾ അത് വെള്ളി കൊണ്ടുണ്ടാക്കിയ മണികളാണെന്ന് നമുക്ക് തോന്നുമ്പോൾ അങ്ങനെ തോന്നാനുള്ള കാരണം എന്താ ശരിക്കും അവിടെ? ആ വെള്ളിയുടെ ചില ധർമ്മങ്ങളൊക്കെ ഈ മുത്തുച്ചിപ്പിയിൽ ആരോപിച്ചിരിക്കുന്നു അവിടെ. അത്രേ ഉള്ളൂ അവിടെ, അല്ലെ? നിറം, പിന്നെ അതിന്റെ പ്രകാശം, ഇതൊക്കെ ആ മുത്തുച്ചിപ്പിയിലേക്ക് പ്രവേശിച്ചപ്പോൾ നമുക്കത് വെള്ളിയാണെന്ന് നമുക്ക് തോന്നുകയാണ്. അപ്രകാരം ഈ പ്രപഞ്ചത്തിനും അതുപോലെ തന്നെ, ഈ പ്രപഞ്ചത്തിന് സത്യത്തിന്റെ ഒരു പ്രതീതി ഉളവാക്കുവാൻ വേണ്ടിയിട്ടുള്ള ഇതില് ആരാണോ അയനം ചെയ്തിരിക്കുന്നത്, ആരാണോ വാസസ്ഥാനമായിക്കൊണ്ട് അതിൽ പ്രവേശിച്ചിരിക്കുന്നത്, അവൻ നാരായണൻ എന്ന് പറയാം. അപ്പം മുത്തുച്ചിപ്പി കണ്ടാല് ഇത് വെള്ളിയാണ്, ഇതം രജതം എന്ന് നമ്മള് ധാരണ ഉളവാക്കുന്നത്, അത് എന്ന് പറഞ്ഞിരുന്നത് പോലെ ആ ധർമ്മങ്ങളുടെ സ്ഥാനത്ത് ഈ പ്രപഞ്ചത്തെ സംബന്ധിച്ചിടത്തോളം എന്താണ്, ഈ പ്രപഞ്ചത്തിന്റെ ഉള്ളിലും ഈ പ്രപഞ്ചത്തിനും കാരണമായിട്ടുള്ള, പ്രപഞ്ചത്തില് പ്രവേശിച്ചവൻ ആരാണ്? ആ ആളാണ്. അതാണ് നാരം എന്നുള്ളത് അവിടെ പറയുന്നത്. നാരം യസ്യ, നാരം അയനം യസ്യ നാരായണ എന്നുള്ളത്. അപ്പം പ്രപഞ്ചത്തെ സംബന്ധിച്ചിടത്തോളം ഈ പ്രവേശിച്ചവൻ ഈശ്വരനാണ്. അതിനാൽ ആ നാരത്തിൽ പ്രവേശിച്ചവൻ നാരായണൻ. അയനം എന്ന് കഴിഞ്ഞാല് പ്രവേശിക്കുക. അപ്പം താൻ നിർമ്മിച്ചതായിട്ടുള്ള ഈ മായാപ്രപഞ്ചത്തില് സ്വയമേവ നരനായിക്കൊണ്ട്, അല്ലെങ്കിൽ ജീവസ്വരൂപേണ പ്രവേശിച്ച് അതിന് ഒരു, അല്ലെ, സത്യാവസ്ഥയും ഒക്കെ എന്താ പറയാ, സത്യാവസ്ഥയും അതുപോലെ തന്നെ പ്രകാശവും ഒക്കെ പ്രദാനം ചെയ്ത്, അല്ലെങ്കിൽ എന്താ പറയാ, മിഥ്യാപ്രപഞ്ചത്തിന് അവിടെ ചൈതന്യം നൽകാൻ കാരണഭൂതനായിട്ടുള്ള ഈ നാരായണൻ എന്നർത്ഥം. അപ്പം എന്തിൻ്റെയും ഒരേ ഒരു വസ്തു എന്നുള്ളത് നാരായണൻ അല്ലാതെ വേറെ ഒന്നും തന്നെ അവിടെ ഇല്ല എന്നവിടെ പറയണം. അപ്പം നാരായണമയമാണ് എല്ലാം എന്ന് പറയണം. ഒരണു പോലും നാരായണൻ അല്ലാത്തത് എന്ന് പറയാൻ നമുക്ക് സാധിക്കില്ല. കാരണം എന്താണ്? ഇതെല്ലാം, അല്ലെ, അണു എന്ന് പറയുന്നത് ഒക്കെ എന്താണ് ശരിക്കും പ്രപഞ്ചത്തിൽ പെടുന്നതാണെങ്കിൽ ഈ പ്രപഞ്ചം ഭഗവാന്റെ ശക്തിയല്ലേ, അനന്യശക്തിയാണ്. അപ്പം ഒരണു പോലും ഇല്ല, എവിടെയും ഇല്ല, നാരായണൻ അല്ലാത്തതൊന്നുമില്ല എന്ന് പറയുകയാണ്. അപ്പൊ നമുക്ക് എവിടെയാ നമുക്ക് ഈ, എന്നിട്ട് നമ്മൾ എന്തായി, നമ്മൾ ഈശ്വരൻ എന്ന് പറഞ്ഞ പ്രത്യേക ഒരു സ്ഥലത്ത് നിന്ന് ആരാധിക്കുന്നു. ഒന്ന് ആലോചിച്ച് നോക്കുക അതിന്റെ ആ വിരോധാഭാസം. ഭഗവാൻ ഇല്ലാത്തൊരു സ്ഥലം ഇല്ല ഈ പ്രപഞ്ചത്തില്. അപ്പം ഗർഗൻ ചോദിച്ചതുപോലെ, ഗർഗൻ പേരിടുന്ന സമയത്ത് ഈ ഭഗവാന്റെ പേരിടാൻ വേണ്ടി ഒരു പേരിട്ടാൽ മറ്റേ പേരല്ല എന്നാവും, അല്ലെ? കണ്ണൻ ഇട്ട് കഴിഞ്ഞാൽ മാധവൻ ഭഗവാൻ അല്ലാണ്ടാവും, ഗോവിന്ദൻ ഇട്ട് കഴിഞ്ഞാൽ നാരായണൻ അല്ലാണ്ടാവും എന്ന് പറഞ്ഞ പോലെ ഗർഗന് ആകെപ്പാടെ പ്രശ്നമായി. എല്ലാം ഈശ്വരന്റെ ആണെങ്കിൽ പിന്നെ ഈശ്വരനെ നമ്മൾ എന്തൊരു ഇതിടുന്നത്? അപ്പൊ ഒന്നിനെ നമ്മൾ ഇന്നതാണ് ഈശ്വരൻ എന്ന് പറയുമ്പോൾ മറ്റേതല്ലാന്നാകുക അവിടെ. അവിടെ ഒരു പതിത്വം വരികയാണ് അവിടെ. അത് തെറ്റായിട്ടുള്ള ഒരു
എന്താ ആരാധനയാണെന്ന് ഇവിടെ കാണിച്ചു തരികയാണ്. ഒന്നിലും നമുക്ക് ഈശ്വരന്റെ സങ്കല്പത്തിനെ നമുക്ക് ഒരു സ്ഥലത്ത് കെട്ടാവുന്നതാണോ ഈശ്വരൻ എന്ന് ആലോചിച്ച് നോക്കൂ. എന്നിട്ട് പറയുകയും ചെയ്യും എന്താണ് സർവാത്മാഭാവത്തിലിരിക്കുന്ന ഈശ്വരൻ, ഭഗവത് അഖിലാത്മനി എന്നൊക്കെ പറയും, എല്ലാത്തിലും നിറഞ്ഞു നിൽക്കുന്ന ഈശ്വരൻ. എന്നിട്ട് ചില സ്ഥലത്ത് മാത്രം നമ്മൾ ഈശ്വരനെ കാണുക. അപ്പൊ തന്നെ നമുക്ക് ഈശ്വര സങ്കല്പത്തെ നമുക്ക് ഉറപ്പിക്കാൻ സാധിക്കും. ഈ ഈശ്വരൻ എന്നുള്ളത് എന്താണ്? നമ്മളുടെ ഉള്ളിലൂടെ പോകുന്നതായിട്ടുള്ള ആ ഒരു പ്രഭാവം, ആ ഒരു സ്രോതസ്സാണ്, അനുഭവമാണ് ഈശ്വര അംശം എന്ന് പറയുന്നത്. അതിന് ഏതിലൂടെ പോയാലും നമുക്ക് ഈ ഒരു അനുഭവം ഉണ്ടാവണം. അവിടെയാണ്, അതാണ് പറയുന്നത്, എല്ലാം ഈശ്വരഭാവത്തിലൂടെ നമുക്ക് കാണാൻ. പൂർണ്ണമത പൂർണ്ണമിതം പൂർണ്ണാൽ പൂർണ്ണമുദച്യതേ എന്ന് പറയുന്നതിന്റെ അതാണ്. ബാക്കിയൊക്കെ നശിക്കുന്ന വസ്തുക്കൾ മായയാണ്. ഈ മായ എന്ന് പറയുന്നത് ഭഗവാൻ തന്നെ വെറുതെ ചുമ്മാ കളിപ്പാട്ടം പോലെ ഉണ്ടാക്കിയിടുന്ന സാധനമാണ്. ഭഗവാൻ ഇങ്ങനെ കളിക്കാൻ വേണ്ടി ഓരോന്ന് ഉണ്ടാക്കിയിട്ട് നമ്മളെ ഇങ്ങനെ എന്താണ് ഓരോ കഥാപാത്രങ്ങളായിട്ട് നമ്മളെ ഇതാക്കി വിടുന്നതാണ്. ഇത്രയുള്ളൂ അവിടെ. അപ്പം അതാണ് അവിടെ പറഞ്ഞത്. അപ്പം ഈ പ്രപഞ്ചത്തിൽ എന്തെല്ലാം വസ്തുക്കളുണ്ടോ അതിലെല്ലാം ചൈതന്യ രൂപേണ പ്രവേശിച്ചതായിട്ടുള്ള ഒന്നാണ് നാരായണൻ എന്നവിടെ നമുക്ക് കാണിച്ചു തരികയാണ്. അപ്പൊ സർവ്വകാര്യങ്ങളും നാരായണന് അധീനങ്ങളാണെന്ന് അവിടെ സമർത്ഥിക്കുകയാണ്. ശരിക്ക് വേദങ്ങളെ സംബന്ധിച്ചിടത്തോളം അവിടെ പറയുന്നത് ശരിക്ക് ഈശ്വരന്റെ ഈ സർവജ്ഞത്വത്തെ മുഴുവൻ കാണിക്കലാണ് വേദങ്ങൾ തുടക്കം മുതൽ അവസാനം വരെ. അതിനെ ഒന്ന് എന്താണ് നമ്മളെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് പലതരത്തിലുള്ള രീതിയിൽ, പല തരത്തിലുള്ള ഉപനിഷത്തുകള്, പലതരത്തിലുള്ള സൂത്രവാക്യങ്ങൾ, ഇതെല്ലാം ഈ ഒരു സത്യത്തെ നമ്മളിലൊന്ന് ഉറപ്പിക്കാൻ സാധിക്കും. അതിനു വേണ്ടിയിട്ടാണ് ഈ ശാസ്ത്രങ്ങൾ മുഴുവൻ ഇതിനെ ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് ആ മഹാഭാരതത്തിലെ ശാന്തിപർവ്വത്തിലൊക്കെ കാണാൻ സാധിക്കും. അവിടെ നാരായണ പരാവേദ യജ്ഞ നാരായണാത്മക തപോ നാരായണപരം നാരായണ പരാഗതി നാരായണപരം സത്യം വ്രതം നാരായണാത്മകം നാരായണപരോ ധർമ്മ പുനരാവർത്തി ദുർലഭ. അപ്പം മഹാഭാരതത്തിലായാലും ഉപനിഷത്തുക്കളിലായാലും എല്ലാത്തിൻ്റെയും ലക്ഷ്യം എന്താണ്? ലക്ഷ്യം ഈ സത്യത്തെ ജനങ്ങളിലേക്ക് ഉറപ്പിക്കുക. ഈ ഈശ്വര ബോധത്തെ, എന്താണ് ഈശ്വരൻ എന്നുള്ളത്, ഇത് ആർക്കും പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല. ആർക്കാ പറഞ്ഞു കൊടുക്കാൻ സാധിക്കുക? ഒരിക്കലും പറഞ്ഞു കൊടുക്കാൻ സാധിക്കില്ല. ഇത് നമുക്ക് നമ്മളുടെ ബുദ്ധിക്കനുസരിച്ച് മനസ്സിലാക്കി നമ്മൾ എന്നാണോ നമ്മളുടെ കർമ്മങ്ങളൊക്കെ, നമ്മളുടെ ഉള്ളിലുള്ള ഈ ഇല്ലായ്മകളും വല്ലായ്മകളും ഒക്കെ മാറി നമ്മൾ വെറും യന്ത്രമാണെന്നുള്ളൊരു തോന്നലിലേക്ക് എത്തുന്നവർക്ക് അത് മനസ്സിലാവും. അത് വേറൊരാൾക്ക് മനസ്സിലാക്കി കൊടുക്കാൻ സാധിക്കും? ഒരിക്കലും സാധിക്കില്ല. അപ്പൊ ഈ നാരായണ മാഹാത്മ്യം പ്രതിപാദിച്ച ശേഷം ബ്രഹ്മാവ് തനിക്കുണ്ടായതായിട്ടുള്ള അനുഗ്രഹം ഹേതുവായിട്ടാണ് ഇവിടെ സൃഷ്ടികർമ്മം സാധ്യമായതെന്നൊക്കെ അവിടെ നാരദന് പറഞ്ഞു കൊടുക്കുകയാണ്. ഇനി അവിടെ ശരിക്ക് രണ്ട് കാര്യങ്ങളാണ്. സാഖ്യം, യോഗം, ദർശനങ്ങളാണ്. അത് പണ്ടേയുള്ള ദർശനമാണ് ഈ സാഖ്യ ദർശനം എന്ന് പറയുന്നത്. അപ്പൊ സാഖ്യശാസ്ത്രപ്രകാരമായിട്ടുള്ള തത്വങ്ങളെയാണ് പ്രധാനമായിട്ടും ഈ സൃഷ്ടിക്കുള്ള ഒരു ഉപാദാന കാരണങ്ങൾ എന്ന് വേണമെങ്കിൽ ഇതിനെ പറയാം. ഉപാദാന കാരണങ്ങൾ എന്ന് പറയാം. അപ്പൊ ഈ തത്വം സർവ പുരാണങ്ങളും അത് സ്വീകരിച്ചിരിക്കുകയാണ്, ഈ സാഖ്യയോഗം എന്നുള്ളത്. അപ്പം വിഷ്ണു പുരാണമായിട്ടും വരാഹ പുരാണമായിട്ടും വായുപുരാണത്തിലും ഒക്കെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു തത്വത്തെ അവിടെ കാണിക്കുക എന്നുള്ളതാണ് പ്രധാനമായിട്ട്. അത് ബ്രഹ്മാണ്ഡ പുരാണത്തിലും ഒക്കെ കാണാം, മനുസ്മൃതിയിലും. ആ മനുസ്മൃതിയിലെയാണ് ഒരു ശ്ലോകം നേരത്തെ പറഞ്ഞത്, ജലത്തിന്റെ ശ്ലോകം. എന്തായാലും നമുക്ക് 17ാമത്തെ ശ്ലോകം നോക്കാം. തസ്യാപി ദ്രഷ്ടുരീശസ്യ കൂടസ്ഥസ്യാഖിലാത്മന സൃജ്യം സൃജാമി സൃഷ്ടോഹമീക്ഷയൈവാഭിചോദിത. തസ്യ അപി ദ്രഷ്ടുഃ ഈശസ്യ കൂടസ്ഥസ്യ അഖിലാത്മനഃ സൃജ്യം സൃജാമി സൃഷ്ടഃ അഹം ഈക്ഷയാ അഭിചോദിതഃ. അങ്ങനെയാണ് അത് തിരിക്കുമ്പോൾ. സൃഷ്ടോഹം ഈക്ഷയൈവ അഭിചോദിത എന്നുള്ളത് സൃഷ്ടഃ അഹം ഈക്ഷയാ ഏവ, ഈക്ഷയൈവ എന്ന് പറയുന്നത് ഈക്ഷയാ ഏവ അഭിചോദിത. ഇതാണ് അതിന്റെ പദം. ഇനി അതിന്റെ
അന്വയം നോക്കാം. ദ്രഷ്ടുഹു കൂടസ്ഥസ്യ അഖിലാത്മന തസ്യ ഈശസ്യ സൃജ്യമപി ദ്രഷ്ടു അഹം ഈക്ഷയാ ഏവ അഭിചോദിതഃ സ്രജാമി. അവിടെ പറയുന്നു ദ്രഷ്ടുഹു. ദ്രഷ്ടുഹു എന്ന് പറഞ്ഞാൽ എന്താണ്? എല്ലാം കാണുന്നവൻ, എല്ലാം കാണുന്നവനും പിന്നെയോ കൂടസ്ഥസ്യ എന്നുവെച്ചാൽ യാതൊന്നുമായിട്ട് ബന്ധമില്ലാത്ത നിർവികാരനും അഖിലാത്മന എന്ന് പറഞ്ഞാലോ എല്ലാവരുടെയും ആത്മസ്വരൂപേണ അല്ലെങ്കിൽ സർവാത്മാവുമായിട്ടുള്ള തസ്യ ഈശസ്യ ആ ഈശ്വരന്റെ സൃജ്യം അപി. സൃജ്യം എന്ന് പറഞ്ഞാൽ എന്താണ്? സൃഷ്ടി. ആ സൃഷ്ടിയാണെങ്കിലും എന്താണ്? സൃഷ്ടഃ അഹം ഈക്ഷയാ ഏവ. അപ്പം സൃഷ്ടഃ സൃഷ്ടിക്കപ്പെട്ട, ആ സൃഷ്ടിയാണെങ്കിൽ പോലും സൃഷ്ടിക്കപ്പെട്ട അഹം ഞാൻ, സൃഷ്ടിക്കപ്പെട്ട ഞാൻ ഈക്ഷയാ ഏവ അവിടുത്തെ കടാക്ഷത്താൽ പ്രേരിതനായിക്കൊണ്ട് സൃഷ്ടിക്കുന്നു. അവിടുത്തെ ഒരു പ്രേരണ കൊണ്ടാണ് യഥാർത്ഥത്തിൽ ഞാനിവിടെ സൃഷ്ടി ചെയ്യുന്നതെന്ന് പറയുന്നത്. അപ്പം ശരിക്കും പറഞ്ഞാല് ഈ പ്രപഞ്ചം ഈശ്വരമയമാണെന്ന് ഉപദേശിച്ചതിന് ശേഷം ആ ബ്രഹ്മാവ് വീണ്ടും തുടരുകയാണ്. എന്താണ്? സർവസാക്ഷിയായിട്ടുള്ള ഭഗവാൻ, അല്ലേ? നാശരഹിതൻ, പിന്നെ എന്താണ്? സർവചരാചരങ്ങളുടെയും ഉള്ളിൽ ആത്മാവായിട്ട് വളരുന്നവൻ. അങ്ങനെയുള്ള ആ നിന്തിരുവടിയെ കൊണ്ട് ഞാൻ ആദ്യമായിട്ട് സൃഷ്ടിക്കപ്പെട്ടു. ഞാൻ സൃഷ്ടിച്ചു എന്നല്ല പറയുന്നത്, എന്നാൽ സൃഷ്ടിക്കപ്പെട്ടു അവിടെ. അല്ലാതെ ഞാനൊന്നും ചെയ്യുന്നില്ല, ഞാൻ വെറുതെ ഒരു യന്ത്രമായിട്ട് ഇങ്ങനെ ഇരിക്കുക. എൻ്റെ ഉള്ളില് ഉള്ള ചൈതന്യം എന്താണോ ആ ചൈതന്യമാണോ ഓരോന്നും ചെയ്യുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കൂ. ഈ ബ്രഹ്മാവിന് ഉണ്ടായിട്ടുള്ള ഈ തോന്നൽ നമുക്കുണ്ടായാലും നമുക്ക് എത്ര എളുപ്പമായി. നമ്മളെ എന്തെങ്കിലും ബാധിക്കുമോ ശരിക്കും? നമ്മളുടെ ഉള്ളില് ഉള്ള ഈശ്വരനാണോ ഓരോന്നും ചെയ്യുന്നത്? ഇതിന് ഞാനാണോ കുറ്റക്കാരൻ എന്ന് ചോദിക്കാം. ഞാനൊന്നും അല്ല കുറ്റക്കാരൻ. നല്ലതാണെങ്കിലും ചീത്തയാണെങ്കിലും ഇതിനൊന്നും ഞാനല്ല എന്ന് നമുക്ക് ഈ സാക്ഷിയായിട്ടിരിക്കുന്ന ഈശ്വരനാണ് എന്നുള്ള തോന്നൽ വന്നു കഴിഞ്ഞാൽ നമുക്കറിയാൻ സാധിക്കും. അപ്പം അവിടെ പറയാണ് സത്വം രജസ്തമീതി നിർഗുണസ്യ ഗുണാസ്ത്രയ. അടുത്ത 18ാമത്തെ ശ്ലോകം. സത്വം രജസ്തമീതി നിർഗുണസ്യ ഗുണാസ്ത്രയ സ്ഥിതി സർഗ നിരോധേഷു ഗൃഹീത മായയാ വിഭോഹോ. അല്ലയോ വിഭോഹോ. വിഭോ എന്ന് പറഞ്ഞാൽ എന്താണ് ശരിക്ക്? വിഭു എന്ന് പറഞ്ഞാല് സകലത്തിനും കാരണമായിട്ടുള്ളതാണ് വിഭു. വിശേഷമായിട്ട് സകലത്തിനും കാരണമായിട്ടുള്ള എല്ലാമായിട്ടുള്ളത്, അതാണ് വിഭു എന്ന് പറയുന്നതിന്റെ ഒരു പ്രത്യേകത. അപ്പം വിഭുവായവന് ഇവിടെ നിർഗുണസ്യ വിഭോഹോ, നിർഗുണനാണെങ്കിൽ പോലും ആ വിഭുവായവന് സത്വം രജസ് തമസ് എന്നുള്ള 3 ഗുണങ്ങൾ ഇവിടെ എന്ത് ചെയ്യുന്നു? സ്ഥിതി, സൃഷ്ടി, സംഹാരം എന്നിവയ്ക്ക് വേണ്ടിയിട്ട് അവിടെ മായയിലൂടെ അത് ഗ്രഹിക്കപ്പെട്ടവയാണ് എന്ന് പറയാണ്. അപ്പം ശരിക്കും എന്താണ്? ഭഗവാനെ സംബന്ധിച്ചിടത്തോളം ഭഗവാൻ എന്നുള്ളൊരു ആ ചൈതന്യത്തിന് ത്രിഗുണങ്ങൾക്ക് അതീതനാണ്. ശരിക്ക് ഗുണാതീതനാണ് ഭഗവാൻ. എങ്കിൽ പോലും ഇവിടെ സൃഷ്ടിയുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് സത്വത്തിനോടും രജസിനോടും തമസിനോടും, അല്ലെങ്കിൽ ആ സത്വരജസ് തമസായിട്ടുള്ള ഗുണങ്ങളെ ആശ്രയിക്കുന്നു, അല്ലെ? അപ്പം സൃഷ്ടിയുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് രജസും, പിന്നെയോ സ്ഥിതിയുടെ ആവശ്യത്തിന് വേണ്ട സത്വവും, പിന്നെയോ ആ ഭംഗത്തിന് വേണ്ടിയിട്ട് തമസും, അല്ലെങ്കിൽ ലയത്തിന് വേണ്ടിയിട്ട് തമസും അവിടെ സ്വീകരിക്കപ്പെട്ടു. അപ്പൊ ഈ ഗുണങ്ങളുടെ സ്വാധീനം ഹേതുവായിക്കൊണ്ടാണ് അവിടെ സത്വം അവിടെ ദേവതകളായിട്ടും സ്ഥിതി സർഗോ നിരോധേഷു ഗൃഹീത മായയാ വിഭോഹോ. അപ്പൊ സൃഷ്ടി സ്ഥിതി സംഹാരത്തിന് വേണ്ടിയിട്ട് ഈ മായയെ, സത്വരജസ്തമോ ഗുണങ്ങളെയൊക്കെ ഭഗവാൻ അവിടുന്ന് സ്വീകരിക്കുന്നു എന്ന് പറയുകയാണ്. അപ്പം അതിനു വേണ്ടിയിട്ടാണ് അവിടെ ഇന്ദ്രിയങ്ങളായിട്ടും മഹാഭൂതങ്ങളായിട്ടും ദേവതകളായിട്ടും ഒക്കെ 3 തരത്തില് ഇത്. അതായത് സത്വം എന്ന് പറഞ്ഞാല് ദേവതകള്. ദേവതകൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഓരോ ഇന്ദ്രിയങ്ങൾക്കും ഓരോരോ ദേവതകളുണ്ട്. പിന്നെ രജസ് എന്ന് പറഞ്ഞാല് ഇന്ദ്രിയങ്ങൾ. രജസ് കർമ്മത്തിന്റെ ആണ് രജോ ഗുണം എന്ന് പറയുന്നത്. അത്
ഇന്ദ്രിയങ്ങളാണ്. പിന്നെ തമോ ഗുണങ്ങൾ എന്ന് പറയുന്നത് പഞ്ചമഹാഭൂതങ്ങൾ. അപ്പം ഇങ്ങനെ ഈ സത്വം ദേവതകളായിട്ടും രജസ് കർമ്മങ്ങളായിട്ട്, അല്ലെങ്കിൽ എന്താണ് പറയുന്നത്, ഇന്ദ്രിയങ്ങളായിട്ടും തമസ് മഹാഭൂതങ്ങളായിട്ടും ഒക്കെ പരിണമിച്ച് യഥാർത്ഥത്തിൽ ഈ മുക്തനായിട്ടുള്ള ജീവനെ മായയില് ബന്ധിപ്പിക്കുകയാണ് ശരിക്കും. അങ്ങനെ ബന്ധിപ്പിക്കുമ്പോഴാണ് സത്യത്തെ, മായയോട് ബന്ധിപ്പിക്കുമ്പോൾ മാത്രമേ അവിടെ വികാരങ്ങൾ ഉണ്ടാകുന്നു. വികാരങ്ങളാണ് നമ്മളെ അല്ലെ ദുഃഖത്തിന് കാരണമാകുന്നത്. അധിദൈവം, അധ്യാത്മം, അധിഭൂതം എന്നിങ്ങനെയുള്ള 3 തരത്തിലുള്ള താപങ്ങൾക്ക് കാരണമാകുന്നത് എന്ന് പറയുന്നു. 19ാമത്തെ ശ്ലോകം എന്താണ്? കാര്യകാരണകർത്തൃത്വേ ദ്രവ്യജ്ഞാനക്രിയാശ്രയാഃ വ്യഥ്നന്തി നിത്യതാ മുക്തം മായിനം പുരുഷം ഗുണാഃ. ദ്രവ്യ ജ്ഞാന ക്രിയാശ്രയാഃ, ദ്രവ്യം, ജ്ഞാനം, ക്രിയ എന്നിവയ്ക്ക് കാരണമായിട്ടുള്ള എന്താണ്, ഈ ദ്രവ്യത്തിനും ക്രിയയ്ക്കും എന്താണ്, ദ്രവ്യം, അതുപോലെ തന്നെ ജ്ഞാനം, ക്രിയ, ഇതിന് കാരണമായിട്ടുള്ള ഗുണങ്ങള് നിത്യതാമുക്തം, അത് എല്ലായ്പ്പോഴും മുക്തനാണെങ്കിൽ പോലും മായ ബാധിച്ചത് കൊണ്ട് ദ്രവ്യജ്ഞാന ക്രിയാശ്രയാഹ ബധ്നന്തി നിത്യതാമുക്തം മായിനം പുരുഷം ഗുണാഹ. അപ്പം മായാബന്ധം ബാധിച്ചതായിട്ടുള്ള പുരുഷൻ എന്ന് പറഞ്ഞാൽ അവിടെ ജീവൻ. ഈ ജീവനെ എങ്ങനെ? കാര്യകാരണ കർത്തൃത്വേ, കാര്യകാരണാത്മകമായിട്ടുള്ള അല്ലെങ്കിൽ കാര്യകാരണ ബന്ധത്തിലൂടെ 3 തരത്തിലുള്ള ദുഃഖങ്ങള്, താപങ്ങള്, അതെല്ലാം അയാളെ ബാധിക്കുന്നു. താപത്രയങ്ങള് ബാധിക്കുന്നു എന്ന് പറയാണ്. 3 തരത്തിലുള്ള ആധിദൈവം, ആധ്യാത്മികം, ആധിഭൂതം എന്നിങ്ങനെയുള്ള താപത്രയത്തിന് ഈ ഒരു ജീവൻ കാരണമാകുകയാണ് എന്ന് പറയാണ്. ഇനി 20ാമത്തെ ശ്ലോകം കൂടി പറയാം. സയേഷ ഭഗവാൻ ലിംഗേ ത്രിഭിരേഭിരഥോക്ഷജ സ്വലക്ഷിതഗതിർ ബ്രഹ്മൻ സർവേഷാം മമ ചേശ്വര. സ ഏഷ, 20ാമത്തെ ശ്ലോകത്തിന്റെ പദം, സ ഏഷ ഭഗവാൻ ലിംഗൈഹി ത്രിഭിഹി ഏഭിരഥോക്ഷജഃ, ഏഭിഹി അഥോക്ഷജഃ സ്വലക്ഷിതഗതിർഹി ബ്രഹ്മൻ സർവേഷാം മമ ച ഈശ്വരഃ. അതാണ് അതിന്റെ പദം. ഇനി അതിന്റെ അന്വയം നോക്കാം. ബ്രഹ്മൻ സഹ ഏഷ ഭഗവാൻ അഥോക്ഷജഃ ഏഭിഹി ത്രിഭിഹി ലിംഗൈഹി സ്വലക്ഷിതഃ ഗതിഹി സർവേഷാം മമ ച, സർവേഷാം മമ ച. അതായത് ബ്രഹ്മൻ, അല്ലയോ ഹേ ബ്രഹ്മൻ, സഹ, ആ ഏഷ, ആ ഈ ഭഗവാനായിട്ടുള്ള, ആ ഈ ഭഗവാനായിട്ടുള്ള ഈശ്വരൻ, അഥോക്ഷജഃ ഈശ്വരൻ, ഏഭി ത്രിഭി, ഈ 3 ലിംഗൈഹി, ലിംഗം എന്ന് പറയുന്നത് എന്താണ്? അടയാളം അല്ലെങ്കിൽ ഗുണങ്ങള്. ഈ ഗുണങ്ങളാകുന്ന ഉപാധികളാൽ, ഈ 3 തരത്തിലുള്ള ഗുണങ്ങളാകുന്ന ഉപാധികളാൽ എന്താണ്? സ്വലക്ഷിതഗതിഹി, സ്വയമേവ ഗതിയോട് കൂടിയവനായിട്ട് സർവരുടെയും, സർവേഷാം മമച, എല്ലാവരുടെയും എന്റെയും തന്നെ അധീശ്വരനാകുന്നു എന്ന് പറയണം. അപ്പം ഇന്ദ്രിയ ഗോചരനല്ലാത്തതായിട്ടുള്ള ആ ശക്തി ഏത്? ഭഗവാൻ. ആ ഭഗവാൻ ഇവിടെ ഈ ത്രിഗുണങ്ങളാൽ ആവൃതനാകയാൽ തീരെ നമ്മള് യഥാർത്ഥത്തില് അറിയപ്പെടുന്നില്ല. ശരിക്കും നമുക്ക് അറിയാൻ സാധിക്കും. നമ്മൾ കാണുന്നത് മുഴുവൻ എന്താണ്? ഈ ഗുണങ്ങളോട് കൂടിയിട്ടുള്ള മായയാണ്. അതിന്റെ ഉള്ളിലുള്ള ജീവനാണ് ഇതെല്ലാം ചെയ്യുന്നത് എന്നുള്ളൊരു സത്യത്തെ നമുക്ക് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണ്. അവനെ ആവരണം ചെയ്തിരിക്കുകയാണ് ഈ മായാബന്ധം. അതുകൊണ്ട് അത് തീരെ നമ്മൾ അറിയുന്നില്ല. എന്നാൽ ആ ഈശ്വരനാണ് സർവചരാചരങ്ങൾക്കും എനിക്കും നിയന്താവാകുന്നത്. അങ്ങേക്കും എനിക്കും സർവചരാചരങ്ങൾക്കും ഒക്കെ നിയന്താവായിട്ടുള്ള ഒരേ ഒരു ശക്തി എന്നുള്ളത് ആ ഭഗവാനാണ് എന്നവിടെ പറഞ്ഞു കൊടുക്കുന്നു. 20ാമത്തെ ശ്ലോകം. 15 മുതൽ 20 വരെയുള്ള ശ്ലോകങ്ങളാണ് നമ്മൾ ഇന്ന് പറഞ്ഞിരുന്നത്. നാരായണൻ എന്താണെന്നുള്ളതിന്റെ വിശകലനമായി. നാരായണൻ എന്ന് പറഞ്ഞാൽ ശക്തി, ആ ഈശ്വര ശക്തിയെ ഒന്ന് പറഞ്ഞ് കാണിച്ചു തരാൻ ഏത് രീതി നോക്കിക്കഴിഞ്ഞാലും. അപ്പൊ പറയാണ്,
എല്ലാം ഈശ്വരൻ എന്നതിനെ ഉറപ്പിക്കാനാണ് അവിടെ ഇത് പറയുന്നത്. അപ്പം ഒരേ ഒരു ശക്തിയുള്ളൂ, അദ്വൈത സിദ്ധാന്തത്തെ ഉറപ്പിക്കലാണ് ഇവിടെ. പിന്നെ അവിടെ പറഞ്ഞു എന്താണ് ഇവിടെ ഞാൻ ഇവിടെ കാണുന്ന ഈ സൃഷ്ടിച്ചതായിട്ടുള്ള സൃഷ്ടികൾ മുഴുവൻ ആരാണ് ഇതിനൊക്കെ കാരണം എന്നുള്ളത് ഞാൻ വെറും ഒരു യന്ത്രമായിക്കൊണ്ട് എന്നാൽ സൃഷ്ടിക്കപ്പെട്ടതാണ് ഇവയെല്ലാം. അതിനു വേണ്ടിയിട്ട് ഭഗവാൻ എന്ത് ചെയ്യുന്നു? ഭഗവാൻ ഈ സത്വം രജം തമസ് എന്നുള്ള ഗുണങ്ങളെ സ്വീകരിച്ച് ഓരോരോ ശരീരങ്ങളെ സ്വീകരിക്കുന്നു. ആ ശരീരങ്ങളുടെ സ്വീകരണവും ആ ദ്രവ്യം, ദേശം, കാലം, കർമ്മം, സ്വഭാവം ഇതൊക്കെയാണ് മായയുടെ ബന്ധങ്ങളാണ് ഇതൊക്കെ. ഈ ബന്ധങ്ങളുടെ അടിസ്ഥാനത്തിലാണ് മാറ്റങ്ങൾ ഉണ്ടാകുന്നത്. നമ്മൾ വിചാരിക്കും ഈ മാറ്റങ്ങൾ ഉള്ളത് ഒരിക്കലും ശാശ്വതമല്ലത് അല്ലെ. ഇന്ന് പാല് ഇരുന്ന് കഴിഞ്ഞാൽ 24 മണിക്കൂർ കഴിഞ്ഞിട്ട് അത് തൈരായിട്ട് മാറുക, പിന്നെ പാലെന്നുള്ള രീതിയിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. ഇത് തന്നെയാണ് മനുഷ്യന്റെയും രീതി ഇതാണ്. എന്നിട്ട് അതിനെ നമ്മൾ വിശ്വസിക്കുക, ഏതായാലും അത് നമ്മൾ അതിനെ വിശ്വസിക്കുക. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ അവിടെ ആ രീതിയിൽ ആ മായയിൽ നമ്മൾ പെട്ടിരിക്കുകയാണ്. അതുകൊണ്ട് നമുക്ക് യഥാർത്ഥമായിട്ടുള്ള ഈശ്വരനെ കാണാൻ സാധിക്കുന്നില്ല. അതിന് എങ്ങനെയാണ്? കാര്യകാരണ കർത്തൃത്വേ ദ്രവ്യജ്ഞാന ക്രിയ. ദ്രവ്യം, ജ്ഞാനം, ക്രിയ, അതിനെക്കുറിച്ച് കുറച്ച് നന്നായിട്ട് മനസ്സിലാക്കാനുണ്ട്. എന്താണ് ദ്രവ്യമെന്നും എന്താണ് ജ്ഞാനമെന്നും എന്താണ് ക്രിയയെന്നും. ഇതെല്ലാം ബന്ധപ്പെട്ട് തന്നെയാണ്. നമ്മളുടെ ഉള്ളിലുള്ള ഒരു ക്രിയ നടന്നു വരുന്നതിന് ഇന്ന ഞാൻ പറഞ്ഞു. ഇന്നലെ ഞാനൊരു ഇതിൽ പറഞ്ഞു, ദ്രവ്യം സ്വഭാവം പറഞ്ഞെടുത്ത് ഞാൻ പറഞ്ഞു, ദ്രവ്യം എന്ന് പറഞ്ഞാൽ കാര്യമാണ്, മാറ്ററാണ് ദ്രവ്യം. അതിനെക്കുറിച്ച് അറിയലാണ് ജ്ഞാനം. അത് എന്താ പറയണ്ട, ഒരു ഇന്ന കാര്യം, ആ കാര്യം അനുഭവത്തിലേക്ക് എത്തുവാൻ വേണ്ടിയിട്ട് നമ്മൾ അല്ലെങ്കിൽ അതിനെ എന്താണ് അനുഭവത്തിലേക്ക് എത്തിക്കുവാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് ശരിക്കും കർമ്മം. അതാണ് കർമ്മം. അതിനെ ആ കർമ്മത്തിലേക്ക് എത്തുവാൻ വേണ്ടിയിട്ടുള്ള അറിവാണ് ജ്ഞാനം. അത് പിന്നെന്താണ്? അതിന്റെ സംഹാരം എന്ന് വേണേൽ പറയാം. ദ്രവ്യജ്ഞാനം ക്രിയ എന്ന് പറയുന്നത് സൃഷ്ടി സ്ഥിതി സംഹാരം എന്ന് വേണേൽ വേറൊരു ഭാഷയെ പറയാൻ പറ്റും. എന്തായാലും അങ്ങനെ ആ എന്താണ് കാര്യകാരണ കർത്തൃത്വത്തോടു കൂടി നമ്മളുടെ ഈ ജീവനെ ഇന്ന് മായ പൊതിഞ്ഞിരിക്കുകയാണ്. ആ മായ പൊതിഞ്ഞിരിക്കുന്ന ജീവനിലൂടെ നമ്മൾ ഇന്ന് കാണുന്നത് മുഴുവൻ എന്താണ്? ഈ പൊതിഞ്ഞ മായയിലൂടെയുള്ള ജീവനാണ് കാണുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കൂ, നമ്മളുടെ ഭാവവ്യത്യാസം വരുന്നത് എപ്പോഴാണ്? നമ്മളുടെ ഭാവവ്യത്യാസം വരുന്ന ഓരോരുത്തരുടെയും നേരത്തെ പറഞ്ഞ പോലെ തന്നെ അല്ലേ, മുഖം ഒന്ന് ചുളിച്ചാൽ നമുക്ക് വിഷമായി, പ്രസന്നമായി കഴിഞ്ഞാൽ നമുക്ക് സന്തോഷമായി. ഇത്രയേ ഉള്ളൂ വ്യത്യാസം, ഇത്രയേ ഉള്ളൂ കാര്യം. എന്നാൽ ഇതിനൊക്കെ കാരണം നമ്മളെ തോന്നിപ്പിക്കുന്നതും അവിടെ മുഖം ചുളിപ്പിക്കുന്നതും ഒക്കെ തന്നെ ഒരാളാണ്. ആ ഒരു സത്യം മനസ്സിലാക്കിയ പിന്നെ ഈ വ്യത്യാസങ്ങളിൽ നമ്മളെ ബാധിക്കുന്നുണ്ടോ? ഈ വ്യത്യാസങ്ങളും ബാധിക്കുന്നില്ല, നമുക്ക് വികാരം ഉണ്ടാകുകയും ചെയ്യേണ്ട കാര്യമില്ല. കാരണം എന്താണ്? നമ്മൾക്ക് ഇതിനകത്ത് ഒരു ബന്ധവുമില്ല, നമ്മളല്ല ഇതൊന്നും ചെയ്യുന്ന ഒരു നല്ലൊരു ഉറച്ച തീരുമാനത്തിൽ എത്തിക്കഴിഞ്ഞാൽ അവധൂതന്മാരെ പോലെ നമുക്ക് ആ ഈശ്വരനെ മനസ്സിലാക്കാൻ സാധിക്കും. അങ്ങനെ മനസ്സിലാക്കിയാൽ മാത്രമേ നമ്മൾ ഈ ഭാഗവതം ഒക്കെ നമ്മൾ പഠിച്ചു എന്ന് പറയാൻ പറ്റൂ. പഠിച്ചു എന്നും പറയില്ല, എന്തെങ്കിലും മനസ്സിലാക്കി എന്നുണ്ടെങ്കിൽ ഇതിന്റെ പുറകെ നടക്കുന്നത് കൊണ്ട് പ്രയോജനമുള്ളൂ. ശരി, ഓരോ നിമിഷങ്ങളും നമ്മൾ അത് ഓർമ്മിപ്പിച്ച് നമ്മളുടെ ദുഃഖത്തിൽ നിന്ന് നമുക്ക് രക്ഷ നേടാൻ വേണ്ടിയിട്ടുള്ള ഒരു വലിയൊരു മാർഗമാണ് ശരിക്കും ഇത്. അതുകൊണ്ടാണ് ഇപ്പോഴും ആരും ഈശ്വരനെന്ന് മനസ്സിലാക്കിയിട്ടില്ല. ശരി, എല്ലാവരുടെയും ഈ വികാരത്തിന്റെ അടിസ്ഥാനം തന്നെ ഈ മായയാണ്. അപ്പൊ ശരിക്കും ആലോചിച്ചു, ആ മായയെ നമ്മൾ വിശ്വസിച്ച് നടക്കുക എന്നുള്ളത് അത് ദുഃഖത്തിന്റെ പരമദുഃഖമാണ് മായ എന്ന് പറഞ്ഞാൽ. അവിദ്യ എന്ന് പറഞ്ഞാൽ പിന്നെ എന്താണ്? ബുദ്ധിയിലായിക എന്നാണ് പറയാറ് അല്ലെ. അവിദ്യ എന്ന് പറഞ്ഞാൽ എന്താണ്? മണ്ടത്തരം എന്ന് പറയല്ലേ നമ്മള്. സാറിന് ഒരു മണ്ടത്തരം എന്ന് പറയല്ലേ, ആ മണ്ടത്തരമാണ് ഇത് മുഴുവൻ. നമുക്കിനി ഇത് എത്ര പഠിച്ചാലും പശ്യന്ന പശ്യതി, എത്ര കണ്ടാലും കണ്ടില്ലെന്ന് നടിച്ച് നമ്മൾ പിന്നെയും അതിന്റെ പുറകെ പോകുന്നു, ദുഃഖങ്ങൾക്ക് കാരണമാകുന്നു. അപ്പം യഥാർത്ഥത്തിൽ നമ്മൾ ഈ ഭാഗവതത്തെയും അല്ലെങ്കിൽ ഇതൊന്നും ഈ ഒരു സത്യത്തെ നമ്മൾ അറിയാൻ ശ്രമിക്കായികയോ അല്ലെങ്കിൽ അറിഞ്ഞതിനെ നമുക്ക് സ്വീകരിക്കാനുള്ള മടിയോ ഇതൊക്കെ മായയാണ്. അതിനെ സ്വീകരിക്കാനുള്ള മടിയാണ് സത്യത്തിൽ ദുഃഖം. ഈ ദുഃഖം തന്നെ എന്താണ്? സുഖമായിട്ട് എടുക്കുന്ന ആൾക്കാരുണ്ട്. ജീവിതമായി കഴിഞ്ഞാല് അങ്ങനെയാണ് ഓരോരുത്തരുടെ അവസ്ഥ. ദുഃഖമുണ്ടെങ്കിൽ ഒരു പ്രത്യേക സുഖം, ദുഃഖം ഇല്ലെങ്കിൽ എന്തായി? അയ്യോ. അങ്ങനെ നമ്മള് എന്താണ് ഈ ദുഃഖത്തിനെ എടുത്ത് താലോലിച്ചെടുത്ത് വെക്കുക ഒരു കാര്യവുമില്ല.
നമ്മൾ അതിൽ നിന്ന് രക്ഷ നേടാൻ ഈ ഒരു ജ്ഞാനം നമ്മളുടെ ഉള്ളിൽ ഉറപ്പിച്ചു കഴിഞ്ഞാൽ ഒന്നും ഒരു ബന്ധവുമില്ലാതെ നമുക്ക് നിൽക്കാൻ സാധിക്കും. എന്തായാലും നമുക്ക് ഇന്നത്തെ ഈ വാക്കുകളൊക്കെ ഭഗവാന്റെ പാദങ്ങളിൽ സമർപ്പിക്കാം. പതിവ് പോലെ നമ്മൾ ആ സമർപ്പണ ശ്ലോകങ്ങൾ ചൊല്ലുമ്പോൾ എന്താണ് ഈ പറഞ്ഞതുപോലെ തന്നെ ആർക്കും അറിയില്ല എന്താ സത്യം എന്നുള്ളത്, എങ്ങനെ ഇത് മനസ്സിലാക്കി കൊടുക്കാന്നുള്ളത്, എങ്ങനെ ഇത് മനസ്സിലാക്കേണ്ടതെന്നും അറിയില്ല. ഇതൊക്കെ ഗുരുവായൂരപ്പൻ തന്നെ നിശ്ചയിച്ചോളുക. അതിന് നല്ല രീതിയിലുള്ള ആ യഥാർത്ഥമായിട്ടുള്ള തോന്നലുകളെ നമ്മളിലേക്ക് എത്തിക്കുവാൻ വേണ്ടി ഭഗവാൻ അനുഗ്രഹിക്കട്ടെ എന്ന് എല്ലാവരും പ്രാർത്ഥിക്കുക. വീണ്ടും നാളെ നമുക്ക് ഇതേ സമയത്ത് 7:30 സമയത്ത് ബാക്കിയുള്ള ഭാഗങ്ങൾ അനുസ്മരിക്കാം. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാൽ പൂർണ്ണമുദച്യത്തെ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യത്തെ. സ്വസ്തി പ്രജാഭ്യഃ പരിപാലയന്താം ന്യായേന മാർഗേണ മഹിം മഹീശാഃ. ഗോബ്രാഹ്മണേഭ്യഃ ശുഭമസ്തു നിത്യം. ലോകാഃ സമസ്താഃ സുഖിനോ ഭവന്തു. ലോകാഃ സമസ്താഃ സുഖിനോ ഭവന്തു. കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സർവേ ഭവന്തു സുഖിനഃ, സർവേ സന്തു നിരാമയാഃ, സർവേ ഭദ്രാണി പശ്യന്തു, മാ കശ്ചിൽ ദുഃഖഭാഗ് ഭവേത്. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം. സത്യം പരം ധീമഹി, സത്യം പരം ധീമഹി, സത്യം പരം ധീമഹി.